ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതം നശിക്കാനുള്ള മെയിൻ കാരണം ഈ പ്രഭാത പ്രാർത്ഥന മുടങ്ങിയതാ. സംശയമുണ്ടോ? ഞാനിപ്പം ഞാനും അച്ഛനും കുറെ വൈദികർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാ അനുഭവത്തിലൂടെ പറയട്ടെ, ഈ രാവിലെയുള്ള പ്രാർത്ഥന മുടങ്ങിയോ? പണ്ടത്തെ അപ്പന്മാര് പറയാറുണ്ട്, കുഞ്ഞെ കാലത്ത് കിടന്ന് ഉറങ്ങുന്നവന്റെ നേരത്ത് ഗുണം പിടിക്കത്തില്ലെന്ന്. കേട്ടിട്ടുണ്ടോ? കാലത്ത് കിടന്ന് ഉറങ്ങുന്നവരുടെ നേരത്ത് ഗുണം പിടിക്കില്ല. ഞാൻ സ്ഥിരം പറയുന്ന മറ്റൊരു വരിയുണ്ട്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന 90% ഭവനങ്ങളിലും രാവിലെ പ്രാർത്ഥനയില്ല. സംശയമുണ്ട്? അത് തന്നെയാണ് നമ്മുടെ കുടുംബം തകരുന്നത്. എല്ലാവരും പറയുന്നത് എഴുന്നേറ്റ് ഇന്നൊരു കുരിശു വരയ്ക്കും. 24 മണിക്കൂർ ദൈവം ദാനം തരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കുരിശ് മാത്രം വരച്ചാൽ മതിയോ? 24 മണിക്കൂർ തരുമ്പോൾ 0.2 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് മാറ്റണ്ടേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എത്ര പേരാണ് വലത്തേക്കാലോ ഇടത്തേക്കാലോ നിലത്ത് കുത്തുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അത് ഭാര്യ കട്ടിലേൽ അവിടെ ഇരുന്നും ഭർത്താവ് കട്ടിലേ അവിടെ ഇരുന്നും മക്കള് വരലെടുത്തിരുന്നല്ല, ഒരു 10, 15, 20 മിനിറ്റ് ആയാലും മതി. നിങ്ങളുടെ 2017 ജൂലൈ മാസം 14 തീയതി മുതൽ 2018 ജൂലൈ മാസം 14 തീയതി വരെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന ഐശ്വര്യങ്ങൾ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പക്ഷെ എവിടാ പ്രശ്നം പറ്റുന്നത്? ഉറങ്ങാൻ തന്നെ രാത്രി 10, 12, 1 മണി വരെ ഉള്ള ചാനലുകളെല്ലാം മാറ്റി ഇന്റർനെറ്റും മൊബൈലും വാട്സപ്പും എല്ലാം കളിച്ച്. ഞാൻ ചോദിക്കട്ടെ, 10,000 10,000 പേർ വാട്സപ്പിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്ക് കാണും. പക്ഷെ ഫ്രണ്ടിൽ എത്ര പേരുണ്ട്? ഫ്രണ്ട്ഷിപ്പ് ധാരാളമുണ്ട്, ഫ്രണ്ടിൽ എത്ര പേരുണ്ട്? ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും അമേരിക്കയിൽ ഒബാമയെ അറിയാം, ട്രംപിനെ അറിയാം, അയൽപക്കത്ത് ഉപ്പാപ്പനെ അറിയത്തില്ല. ഇഷ്ടം പോലെ ബന്ധങ്ങളാണ്, ഇഷ്ടം പോലെ കൂട്ടുകാരാ. പക്ഷെ വേദനയ്ക്ക് അയൽപക്കത്ത് എത്ര പേര് നമ്മുടെ കൂടെ വരും? അതുകൊണ്ട് ബന്ധങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല. പ്രഭാതത്തിൽ തന്നെ ദൈവത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്തണം. അതേപോലെ മറ്റൊരു വശമാണ്, രാവിലെ നമ്മുടെ കണ്ണുകൊണ്ട് ആദ്യം കാണേണ്ടത് മനോരമയിലെ പരസ്യങ്ങളല്ല, മനോരമയിലെ വാർത്തകളല്ല. അതിനേക്കാൾ ഉപരിയായി ദൈവിക തേജസ് കൊണ്ട് 6-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, എൻ്റെ യഹോവേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. നിങ്ങൾ രാവിലെ തിരുവചനം ഒന്ന് സങ്കീർത്തനം വായിച്ചാലും മതി. ഇപ്പം നമ്മളെല്ലാം പൊതുവെ വായിക്കാതെ വിടുന്ന സങ്കീർത്തനം ഏതാണെന്നറിയാമോ? 119. അതിൻ്റെ 2 സ്റ്റാൻസ വെച്ച് സ്ഥിരം വായിച്ചു നോക്ക്. എത്ര ആഴമായ അർത്ഥങ്ങളടങ്ങിയ സങ്കീർത്തനമാണെന്നറിയാം 119. വായിച്ചു നോക്ക്. എല്ലാ ദൈവിക അംശങ്ങളും അടങ്ങിയ ഒരു പൂർണ്ണതയുടെ സങ്കീർത്തനമാണ് 119. ഇതിങ്ങനെ മാറി മാറി വായിച്ചും രാവിലെ പ്രാർത്ഥിച്ചും. അതേപോലെ പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിലെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വീട് ഉണർത്തും. എങ്ങനെയാ വീട് ഉണർത്തുന്നത്? അന്ന് ഗ്യാസും സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറും വാഷിംഗ് മെഷീനും ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിച്ച് മൃഗങ്ങളെ നോക്കി പക്ഷി കരയുന്നത് കേട്ട് വിറകരിച്ച് സന്തോഷത്തോടെ എഴുന്നേൽക്കുന്ന കുടുംബങ്ങളിൽ 70, 80, 90 കഴിഞ്ഞിട്ടേ മുട്ടുവേദനയൊക്കെ വരത്തുള്ളൂ. പക്ഷെ എന്നാൽ ഇന്ന് ഗ്യാസും ഉണ്ട്, സ്റ്റൗവും ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറും ഉണ്ട്, വാഷിംഗ് മെഷീനും ഉണ്ട്. രാവിലെ 4:30 ഇല്ല, 5:30 ഇല്ല, 7:30 ഇല്ല, 8 മണിക്ക് പലരും എഴുന്നേറ്റ് അടുക്കളയിൽ പോകുന്ന കണ്ടാൽ തോന്നും ഇല്ല ശവോടക്കാൻ അന്ത്യോപനം കൊടുക്കാൻ പോകുന്നുമില്ല. ഈ പലരുടെ മുഖത്തൊരു സന്തോഷമില്ല. പിതാക്കന്മാർ പറയാറുണ്ട്, ഏറെ സുഖം അസുഖമാണ്. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏറെ സുഖം അസുഖമായി. ഈ സുഖം കൂടിയതാണ് നമുക്ക് അസുഖം. സംശയമുണ്ടോ? യേശുക്രിസ്തു 2 കൂട്ടരോടെ അടുത്ത് വരാൻ പറഞ്ഞോളൂ. ആരോടൊക്കെയാ? 1, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവേൻ. 2ാമത് ആരോടാ പറഞ്ഞെന്നറിയാമോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ. ദൈവമക്കളെ, നമ്മൾ എന്തിനാ ഈ പരുമല വരുന്നത്? ഞാനിന്ന് രാവിലെ കുർബാന മധ്യയിൽ ഞാനൊരു വിഷയം പറഞ്ഞു. ചിലർക്ക് എന്നോട് അത് കേട്ട് ദേഷ്യം തോന്നിക്കാണും. നമ്മൾ ആരും ദൈവാനുഗ്രഹം കിട്ടാൻ പരുമലയിൽ വരരുത്. അതാണ് തെറ്റ്. നമ്മൾ പരുമലയിൽ വരുന്നത് പരുമല തിരുമേനെ കാണിച്ചു തന്ന ദൈവത്തെ കിട്ടാനാണ് പഠിപ്പിച്ചത്. അഹം ബ്രഹ്മാസ്മി എന്ന് ഹൈന്ദവ ശാസ്ത്രം പറയുന്നെങ്കിൽ നമ്മൾ പരുമലയിലും പ്രാർത്ഥനയ്ക്കും വരുന്നത് ദൈവാനുഗ്രഹം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? ദൈവമാ വേണ്ടത്. ദൈവം എൻ്റെ ഉള്ളിൽ വന്നാൽ, രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കൂടെ പോരും. പലപ്പോഴും ഇന്ന് ആർക്കും ദൈവത്തെ വേണ്ട, ദൈവാനുഗ്രഹം മതി. നമ്മളെന്താ കുർബാനയ്ക്ക് ചൊല്ലുന്നത്? ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ. നിങ്ങളിപ്പോ ഇവിടെ വന്ന് കുറേയേറെ വസ്തുവും പണവും ആഭരണങ്ങളും വാരിക്കൂട്ടാൻ പ്രാർത്ഥിച്ചാൽ ഇതെങ്ങാണ് മരിക്കും നമ്മുടെ കൂടെ വരുമോ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് ധരിക്കുക. വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ
വഴിത്താരയിലൂടെ പോകുമ്പോൾ പാടുന്ന പാട്ടാണ്, നശ്വരമാം വീടെ നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്. അതുകൊണ്ട് ലൗകിക നേട്ടങ്ങൾ നേടാനാണ് ഇവിടെ വരുന്നതെങ്കിൽ അത് വ്യർത്ഥമാണ്. ആലോചിച്ച് നോക്ക്, ഇഷ്ടം പോലെ പണക്കാർ ഈ ഭൂമിയിലുള്ളപ്പം ഇഷ്ടം പോലെ പാവപ്പെട്ടവരും ഈ ഭൂമിയിലുണ്ട്. അവരെയെല്ലാം പട്ടിണിക്ക് ഇട്ടിട്ട് നമ്മളൊരു ഇന്നോവ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് കമന്ന് വീണാൽ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന സംശയമുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അതൊരിക്കലും ദൈവികമായി തീരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ പോയിന്റിലെ 2 കാര്യമാണ്. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. 3, കമ്മിറ്റ് യുവർ വേ ടു ദി ലോർഡ്. ദൈവത്തിന്റെ വഴികളിലൂടെ സമർപ്പിതമായി തന്നെ നമ്മൾ നടക്കണം. അതായത് രാവിലെ എഴുന്നേറ്റാൽ പണ്ട് പ്രായമുള്ളവർ പാടുന്ന ഒരൊറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ടാണ്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ വരി പാടാതെ ഒരു ദിവസം പോലും നമ്മൾ എഴുന്നേറ്റ് നടക്കരുത്. എന്താണ്? എൻ്റെ ദൈവമേ, ഞാൻ പല വഴികളിലൂടെ പോകും, പക്ഷെ എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വഴികളിലൂടെ നടന്നിട്ട് പിന്നീട് എൻ്റെ ദൈവാനുഗ്രഹവും ദൈവികവും നഷ്ടപ്പെടാൻ ഇടയാകാതെ, അതുകൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ യേശുവിൻ്റെ വഴിയിലൂടെ മാത്രമേ പോകാവൂ. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ ഒരു അച്ഛൻ പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥന, അച്ഛൻ സ്വന്തമായിട്ട് എഴുതിയതാണ്. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന, അച്ഛാ 3 ആക്സിഡന്റ് എനിക്ക് കഴിഞ്ഞു. 3ാമത്തെ ആക്സിഡന്റിൽ ഞാനൊരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി. ആ പ്രാർത്ഥന എന്തോന്നറിയാമോ? എൻ്റെ യേശുവേ, ഞാൻ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുമ്പം ആ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ അതിനു മുമ്പ് നീ എനിക്കൊരു തടസ്സം തരണം. അർത്ഥം മനസ്സിലായോ? ഞാൻ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകുമ്പം ആ വഴി എൻ്റെ യേശുവിന് ഇഷ്ടമല്ലെങ്കിൽ അതിനു മുമ്പ് നീ എനിക്കൊരു തടസ്സം തരണം. അത് വലിയൊരു വിളിയാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ഇതൊന്നും നോക്കാതാ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മിറ്റ് യുവർ വേ ടു ദി ലോർഡ്. എൻ്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ളൂ. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. അപ്പോൾ ആ ആദ്യത്തെ പോയിന്റ് ഇതാണ്, പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു വരിക. ആ കൂട്ടിക്കൊണ്ടു വരണമെങ്കിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ പറഞ്ഞു. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കണം. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആനന്ദിക്കണം. 3, കമ്മിറ്റ് യുവർ വേ ടു ദി ലോർഡ്, ദൈവത്തിന്റെ വഴികളിലൂടെ സമർപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ ആശയം, മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കടപ്പാട്. 2ാമത്തെ ഭാവം, പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാവമാണ് ഒരു ഉയർന്ന മലയിലേക്ക് മാറി. എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ, നമ്മുടെ ശീമാ നമസ്കാരത്തിലൊരു പാട്ടുണ്ട്, പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ ഗാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടേണം. നിൻവായ് ധൂപത്തിൻ കാലശം നിന്നതരം ധൂപം കൃത്യം ദൈവത്തെ പ്രീണിപ്പിക്കും നാവോ ശുശ്രൂഷക്കാരൻ. 2ാമത്തെ പ്രാർത്ഥനയുടെ ഭാവമാണ് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരു ഉയർന്ന മലയിലേക്ക് മാറണം. മസ്മൂറ ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിങ്കിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്ന്. നമുക്ക് ഈ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് മുകളിലോട്ട് പോകാത്ത എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് ദൈവമേ എന്നൊന്ന് വിളിക്കുന്നു, പക്ഷെ ആ വിളിക്കിച്ച് വേദന കൂടും. എപ്പോഴാണ്? നമ്മുടെ കുഞ്ഞിന് രോഗം വരട്ടെ, ഒരു ആക്സിഡന്റ് വരട്ടെ. അപ്പോൾ എപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒത്തിരി ശക്തികൾ വരും. എന്നോട് ഇപ്പൊ നൈനാമ്പി കുറിയകോസ്റ്റിന് ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ അയർലൻഡിലാണ്. ഞങ്ങൾ ഈ അച്ഛന്മാരോടൊക്കെ പലരും പറയുന്ന മെയിൻ ഒരു വിഷയമുണ്ട്. അതായത്, അച്ഛാ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് മുഴുവൻ മാറുന്നത്. അത് വളരെ കറക്റ്റാ. കാരണം പിശാചിന് ഇഷ്ടമില്ലാത്ത 3 കാര്യമുണ്ട്. 1, നൊയമ്പെടുക്കുന്നത്. 2, വേദോസ്തം വായിക്കുന്നത്. 3, പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്, പള്ളി പണിയുന്നത്. മനസ്സിലായോ? ഈ 4 കാര്യം പിശാചിന് ഇഷ്ടമല്ല. എന്തൊക്കെയാ? പള്ളി പണിയുന്നത്, വേദോസ്തം വായിക്കുന്നത്, നൊയമ്പെടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഈ 4 സമയം ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്ന വലിയ നൊയമ്പിലായിരിക്കും. ഞങ്ങൾക്ക് സെമിനാരിയിൽ അച്ഛന്മാർ പറഞ്ഞു തരാറുണ്ട് ഫാക്കൽറ്റിയിൽ. അതായത് നൊയമ്പെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചോണം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് നടക്കുക. അപ്പം നൊയമ്പെടുക്കുമ്പോൾ പിശാച് വരും. പള്ളി പണിയുമ്പോഴോ കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത ചില ആൾക്കാരുണ്ട് പള്ളിയിൽ. ഇവൻ പള്ളി ഗുണപ്പെടുത്തത്തുമില്ല, ഇവനൊട്ട് ചെയ്യത്തുമില്ല. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനി 3ാമതൊന്നുണ്ട്, ഈ നൊയമ്പെടുക്കുമ്പോൾ നമ്മുടെ സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ടോ? കുറേ ഏറെ പേർ, അച്ഛാ
ഈ പ്രാവശ്യം വലിയ നൊയമ്പ് ഞാൻ കൃത്യമായിട്ട് അങ്ങ് എടുക്കും. ആ നൊയമ്പ് എടുക്കുന്നതിന് 10 ദിവസം മുമ്പേ അങ്ങ് വാചകമാണ്. ഞാൻ നൊയമ്പെടുക്കും പറഞ്ഞു വലിയ നൊയമ്പ് തുടങ്ങും. വലിയ നൊയമ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് മാവിയുടെ മോൻ്റെ കല്യാണത്തിന് പോയിരിക്കുമ്പോഴാണ് നമ്മുടെ പന്തിയിൽ പാവയ്ക്കയും പടവലങ്ങയും അച്ചടിയൊക്കെ വിളമ്പും ഓപ്പോസിറ്റ് സൈഡിൽ ചിക്കൻ വറുത്തതും മട്ടൻ അറിയിച്ചതും കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതുമായിട്ടുള്ള ഏതേം തോട്ടത്തിൽ അനുഭവം വരും. ഉടനെ അവിടെ വച്ച് അമ്പാലിടും. ഇനി പാതി നോമ്പ് കഴിയട്ടെ. മനസ്സിലായോ? പാതി നോമ്പ് കഴിയട്ടെ. പാതി നോമ്പ് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് വിരുന്ന് കൊടുക്കുന്നത്. വീണ്ടും നൊയമ്പ് കയറ്റിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളയല്ല ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. മാത്യുസ്ലിയം ബാബായുടെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. തിരുമേനിക്ക് കരിമീനും കപ്പയും ഭയങ്കര ഇഷ്ടമാണ്. ഏതോ ഒരു പള്ളിയിലെ ഒരു സ്ത്രീ നന്നായിട്ട് കരിമീനും കപ്പയും കൂടെ പാകം ചെയ്ത് കൊടുത്തു. 3 മണിവരെ ഒന്നും കഴിക്കാതെ വന്നിട്ട് തിരുമേനി ഈ കരിമീൻ കഴിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഉടനെ ഈ സ്ത്രീക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം വല്ല മുടി എങ്ങാണോ അതിൽ കിടന്നോ. ഈ തിരുമേനിയുടെ കാലെ പിടിച്ച് ചോദിച്ചു, എന്താ തിരുമേനി കരിമീൻ ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാഞ്ഞെന്താ? മോളെ, ഞാൻ അതുകൊണ്ടല്ല കഴിക്കാഞ്ഞത്. അതായത് ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കരിമീൻ്റെ മണം എൻ്റെ മൂക്കിലോട്ട് കയറി എനിക്ക് ഭയങ്കര ആർത്തി തോന്നി. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചെന്ന്. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദ്രിയജയം. ഇപ്പം നമുക്ക് എന്ത് വേണമെന്ന് വിചാരിക്കുന്നു അത് വേണ്ടാന്ന് വെക്കുക. ഇപ്പം നമ്മൾ ഈ ലോകത്തിലോട്ടങ്ങ് ഇറങ്ങി നോക്കി, എല്ലാം എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള തുണിയായാലും സ്വർണമായാലും ആഹാര സാധനങ്ങളായാലും ഇപ്പം ഏതെങ്കിലും ഹൈവേ കൂടെ പോയി നോക്കി, ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ, അതിൻ്റെ മണം കയറിയാൽ തന്നെ അങ്ങ് പോകും, നൊയമ്പെല്ലാം പോകും. അപ്പോൾ ഇത് ഓർക്കണം. ഇനി ഇതിന് വേറൊരു വരി കൂടി നമ്മുടെ ആൾക്കാരെ ചിലർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്, നൊയമ്പ് നോക്കാതിരിക്കും. എന്തെന്നറിയാമോ? അകത്തോട്ട് പോകുന്നു മനുഷ്യനെ. നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്കല്ല ഈ വാക്യം അറിയാം. ഒന്ന് പറഞ്ഞാട്ട്, അകത്തോട്ട് പോകുന്നു മനുഷ്യനെ അശുദ്ധനാക്കില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആദ്യ മനുഷ്യൻ തെറ്റിയത് എങ്ങനെയാ? അകത്തോട്ട് പോയത് തന്നെ. അന്നമാണ് ഔഷധം, അന്നമാണ് രോഗം. നമ്മൾ ഈ നൊയമ്പുകൾ കൃത്യമായി എടുത്തിരിക്കണം. അതുകൊണ്ടാ തിരുവചനം പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഡയറിയിലോ ബൈബിളിലോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഞാൻ അടുത്തിടെ വരെ വല്ലപ്പോഴും ഉച്ചയ്ക്ക്, വെള്ളിയാഴ്ച ദിവസം ഉച്ചവരെ ഉപവസിക്കും. ഈ കഴിഞ്ഞ 2 മാസമായി ഉപവസിക്കുമ്പോൾ 24 മണിക്കൂർ ഉപവസിക്കുന്ന വെളി പറഞ്ഞൂടെ. എങ്കിലും നിങ്ങളിൽ ആരെങ്കിലും എടുക്കട്ടെ എന്നുള്ള ബോധ്യത്തോടെ ഞാൻ പറയാം. 24 മണിക്കൂർ വെള്ളം കുടിച്ചുകൊണ്ട് ഉപവസിക്കും. എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എത്ര നെഗറ്റീവ് എനർജി മാറിപ്പോകുമെന്നറിയാമോ? അത് ഇന്ദ്രിയജയം നമ്മൾ സൂക്ഷിക്കണം. സഭയുടെ പിതാക്കന്മാർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, അത് കുടിക്കാതെയും എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ ഇരുന്നത് കൊണ്ടാണ് ഈ സഭ ഇന്ന് നിലനിൽക്കുന്നത്. അല്ലാതെ ഇന്നുള്ള തലമുറയുടെ കൊണ്ടല്ല. അപ്പോൾ ദൈവസന്നിധി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു ഉയർന്ന അനുഭവം മാറണം. അത് ഉപവാസം എടുക്കണം, നൊയമ്പെടുക്കണം. അതുപോലെ പ്രധാനപ്പെട്ടയാണ് ഈ കുമ്പിടുക. ഇപ്പം നമ്മുടെ തിരുമേനിമാരുടെയൊക്കെ കൈമുട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാം ഗോലി പോലെ കറുത്തിരിക്കും. പക്ഷെ നമ്മുടെ പല ആൾക്കാർക്കും അങ്ങോട്ട് ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഇപ്പം പള്ളിയിലൊക്കെ വന്നാൽ ശരിക്കും പള്ളിക്കകത്ത് കസേര ഇടരുതെന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം കസേര ഇരിക്കുന്നവരൊന്നും എഴുന്നേറ്റ് പോകണ്ട. പള്ളിക്കകത്ത് നമ്മുടെ ആരാധനാ രീതി അനുസരിച്ച് കസേര ഇടരുതെന്ന. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പലർക്കും നടുവേദന, ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്കൊന്നും വയ്യ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, ഈ തീരെ നടക്കാനും ഇരിക്കാനും പറ്റാത്തവർ പോകുന്ന വഴിക്ക് ഒരു പേപ്പട്ടി ഓടിച്ചു നോക്കട്ടെ, നമ്മൾ എന്ത് സ്പീഡിൽ ഓടും? ഇപ്പം നമുക്ക് പലർക്കും വയ്യാത്തത് കൊണ്ടല്ല, പക്ഷേ സൗകര്യമില്ലാത്തവർ കസേരകളൊക്കെ ഇരുന്നു പ്രസംഗത്തിൽ. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പം തീരെ പ്രയാസമുള്ളവർ കസേരയിലോ ബെഞ്ചിലോ ഇരുന്നാലും ശുശ്രൂഷക്കാർ പറയുന്നുണ്ട്, ചൊല്ലുന്ന ശുശ്രൂഷക്കാരുടെ വായന കേട്ടിട്ടില്ലേ? അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തോടും കൂടെ നിന്നുകൊണ്ട്, സക്കായി നിന്നുകൊണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ ഇന്ന് നമുക്ക് പലർക്കും പറ്റുന്ന അബദ്ധം എന്തെന്നറിയാമോ? ഇരുന്നുകൊണ്ട് 2 പാട്ട് പാടും, ഇരുന്നുകൊണ്ട് വേദോസം വായിക്കും. അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഉറങ്ങും. ശരിക്കും പാട്ടുപാടി വേദോസം വായിക്കുമ്പോൾ ഇരുന്നു. കുടുംബമായി എഴുന്നേറ്റ് നിന്ന് ആ കുടുംബാരാധന ക്രമമെങ്കിലും നിന്നുകൊണ്ട് നടത്തണം. കുമ്പിടാൻ പറ്റുന്നവർ കുമ്പിടണം, കുമ്പിട്ട് നോക്ക്. അപ്പൊ നമ്മൾക്ക് ഈ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ഒരു ഉയർന്ന നിലവാരം വേണം, ഉയർന്ന മലയിലേക്ക്. യേശു തമ്പുരാന്റെ ഏറ്റവും വലിയൊരു നമുക്ക് കാണിച്ചു തന്ന സവിശേഷത, പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാവം, എപ്പോഴും പിതാവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അതിനു മുമ്പ് എന്തോ ചെയ്തേ എന്ന് പറഞ്ഞേ? യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുമ്പ് രാത്രി മുഴുവൻ പിതാവുമായിട്ട് ചിലവഴിച്ചെന്ന.
അപ്പോൾ എന്തിനാ ഈ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാ? 1 മണിക്കൂർ പോരെ? അല്ലെങ്കിൽ യേശുവിന് എന്തിനാ അത്രയും പ്രാർത്ഥിക്കുന്നത്? നേരെ പിറ്റേന്ന് അങ്ങ് വിളിച്ചാൽ പോരെ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദീർഘനേരം പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലവഴിക്കുന്നതാ. പണ്ടത്തെ പിതാക്കന്മാർ പറയുന്നതേ, നമസ്കാരം കഴിഞ്ഞോന്നല്ല, നമസ്കാരം കഴിച്ചോ, സൂത്താറ കഴിച്ചോ, നോമ്പ് കഴിച്ചോ, പിടിച്ചോ, ഇതെല്ലാം കഴിക്കുന്നതാ, അല്ലാതെ നടത്താനുള്ളതല്ല, ചടങ്ങല്ല. അപ്പോൾ ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉയർന്ന നിലവാരം വേണം. ഇപ്പോഴും എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരും അക്കൂട്ടത്തിൽ കാണും. എത്ര പണം കൂടിയാലും, എത്ര പഠിത്തം കൂടിയാലും, കുടുംബമായിട്ട് രാവിലെ തന്നെ ആരാധനയ്ക്കും പള്ളിയിലും വരുന്നവരെനിക്കറിയാം. ഇപ്പൊ 7 മണിക്കാണെങ്കിൽ 6:30 അച്ഛനോടൊപ്പം പള്ളി കാണും അവര്. ചില പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറിമാരുൾപ്പെടെ എനിക്കറിയാം. അതുകൊണ്ട് ആ പള്ളിയിൽ ഏത് പ്രയാസമുണ്ടെങ്കിലും ദൈവം അത് മാറ്റി കൊടുക്കും. പക്ഷെ മറ്റു ചിലരെ എനിക്കറിയാം, 10 മണിക്കാണ് കുർബാന തീരുന്നത്, 9:45 ഒരു കാറും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. കുർബാന എപ്പം തീരും? 10 മണിക്ക്. 9:45 ഒരു കാറും എടുത്തുകൊണ്ട് ഇറങ്ങും. എന്നിട്ട് പറയുന്നത്, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. എന്തോ തമ്പുരാ അവിടെ സുഖമല്ലാതെ നടക്കുമെന്നു. പള്ളിയിലോട്ട് ആരും കയറാൻ വരരുത്, എന്റെ യഹോവയുടെ ആലയത്തിലോട്ട് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. ദൈവമക്കളെ, ഇപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചർ നോക്കി. ഈ ഭൂമി തലത്തിൽ നിന്ന് പള്ളിയിലോട്ട് കയറാൻ 1 സ്റ്റെപ്പ് കയറണം, വീണ്ടും വിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ വീണ്ടും സ്റ്റെപ്പ് കയറണം, മദ്ബഹയിലോട്ട് കയറാൻ വീണ്ടും സ്റ്റെപ്പ് കയറണം, പദവിയിലോട്ട് കയറാൻ വീണ്ടും സ്റ്റെപ്പ് കയറണം. അതിന്റെ അർത്ഥം ഈ സ്റ്റെപ്പിന്റെ ഉയർച്ചയല്ല, അത് പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന മലയാണ്. അതിന്റെ അർത്ഥം പടികൾ കൊണ്ട് ഉയരുന്നത് മാത്രമല്ല, നമ്മുടെ മനസ്സും ചിന്താഗതികളും ഈ സമയത്തെ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഇപ്പോഴും എനിക്കറിയാം, പള്ളി വന്നാൽ എല്ലാവരുടെയും കണ്ണ് ക്ലോക്കില്ല. പള്ളിയിൽ ഏറ്റവും വലിയ പിശാച് എന്ന് പറയുന്നത് ക്ലോക്കാ, അറിയാമോ? പള്ളി ക്ലോക്ക് ഇടരുതെന്നാ. ഇനി പള്ളിയിലെ ക്ലോക്ക് എന്ന് പറയുന്നത് ഏതാ? നൊയമ്പിൽ പാടുന്നുണ്ട്, വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം, കണ്ണീരുപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. പള്ളിയിൽ വരുന്നത് ക്ലോക്ക് നോക്കിയല്ല. പിതാക്കന്മാർ വലിയ നോയമ്പിൽ അതാ പാടിയത്, വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം, കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. പള്ളിയിൽ വരുന്നത് ക്ലോക്ക് നോക്കിയല്ല, മണിയടി കേട്ടിട്ടാണ്. അത് കേട്ടാൽ പിന്നെ വീട്ടിലിരിക്കരുതെന്നാ. ഇനി എപ്പോഴാ പള്ളി വരാൻ ഒരുങ്ങേണ്ടതാണ്? ദൈവമക്കളെ, ഞായറാഴ്ച എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ പള്ളി മണിയടിച്ചപ്പം തോന്നുന്നു ചോദിച്ചു, ഇന്ന് പള്ളിയിൽ എന്തോ വിശേഷമൊന്നും. ഇത് ഞായറാഴ്ച പോലും അറിഞ്ഞുകൂടാത്തവരുണ്ട്. ശനിയാഴ്ച വൈകിട്ട് മുതലേ സങ്കീർത്തനങ്ങൾ 6 വായിക്കണം. 6, 32, 51, 102, 129, 142. 51-ാം സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലാതെ ഒരു വൈദികന് മദ്ബഹയിൽ കയറാൻ, കുർബാനയ്ക്ക് കയറാൻ അനുവാദമില്ല. സന്ധ്യയ്ക്ക്, പ്രഭാതത്തിൽ, തുയ്യോബയ്ക്ക് കയറുമ്പം നമ്മളും 3 പ്രാവശ്യം വായിക്കണം. ശനിയാഴ്ച വൈകിട്ടിരുന്ന് TV കാണരുത്, പത്രം വായിക്കരുത്. ഞായറാഴ്ച രാവിലെ, ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഞായറാഴ്ച രാവിലെ ആദ്യം പറയേണ്ട വാചകം എന്തുവാ? ഒരു പള്ളി പറഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, 1 കപ്പ് കാപ്പി കൊണ്ട് പാടിയെന്നാണ്. ഞായറാഴ്ച രാവിലെ ആദ്യം പറയേണ്ട വാചകമാണ്, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. കാര്യം ഞായറാഴ്ച ഒന്നും മിണ്ടരുത്. സെമിനാരി ഞങ്ങൾക്ക് ഞായറാഴ്ച സംസാരിച്ച 10 രൂപ ഫൈൻ അടയ്ക്കണം. അത് പിന്നീടായിട്ട്, കാരണം ഞായറാഴ്ച നമ്മൾ പത്രം വായിച്ച് TV കണ്ട് പള്ളി പോയാൽ സുഖം കിട്ടത്തില്ല. ഈ കണ്ണും മനസ്സും എല്ലാം രാവിലെ അതിനുവേണ്ടി അങ്ങ് ഒരുങ്ങണം. നമ്മുടെ രക്ഷകനാ കബറിനുയർപ്പുണ്ടി ഏറ്റൊരു രാവിൽ നാം എല്ലാരും ഉറക്കമുണർ ഒന്നായി സ്തുതി പാടിയിടേണം. മനസ്സിലായില്ലേ? ഞായറാഴ്ച നമ്മുടെ രക്ഷകനും കബറിൽ നിന്ന് ഉയർത്ത ദിവസമാണ്. രാവിലെ ഇറച്ചിയും മേടിച്ചു കൊടുത്ത്, അതുപോലെ വർത്തമാനവും പറഞ്ഞ് TVയും കേട്ട് ഒരു ചടങ്ങിന് വേണ്ടി പള്ളി പോയി. മാത്രമല്ല, ഔഗൻ ബാവ പറയുന്നുണ്ട്, പള്ളിയിൽ പോകുമ്പോഴും 2 കാര്യമുണ്ട്. എനിക്ക് മുമ്പേ ആരും വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. മനസ്സിലായോ? പള്ളിയിൽ പോകുമ്പോൾ ഔഗൻ ബാവ പറയുന്നതാണ്, എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. എൻ്റെ സാരി, എൻ്റെ സ്വർണം, എൻ്റെ ആഭരണങ്ങൾ നോക്കി ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മുഖം കാണാൻ പറ്റത്തില്ല. ഓർത്തഡോക്സ് സഭയുടെ ട്രഡീഷൻ അതാ.
ഒരാളുടെ തലയുടെ പുറവശമേ കാണാൻ പറ്റൂ. എന്നെ ആരെങ്കിലും ആകർഷിക്കണമെന്ന് പറഞ്ഞ് ചിന്തിച്ച് പള്ളി വന്നാൽ നമ്മുടെ കുടുംബം തോണ്ടിപ്പോവും. അച്ഛന്റെ മുഖം കാണാൻ പറ്റത്തില്ല. കാസാവിലാസ പടിഞ്ഞാറോട്ട് കൊണ്ടുവരും, മുഖം മറച്ചുകൊണ്ടില്ലേ വരുന്നത്. ധൂപം വീശുമ്പോൾ പോലും ധൂപം വീശി അച്ഛന്റെ മുഖം മറയുന്നില്ല. തിരുമേനിമാർ പോലും നമ്മുടെ നേർക്ക് തിരിയുമ്പോൾ മുഖം മൂടും. അതിന്റെ അർത്ഥം ഇവിടെ തേജസ് ദൈവീയ തേജസ് അല്ലാതെ എന്നെ പ്രൊജക്ട് ചെയ്യാൻ പള്ളിയിൽ വന്നാൽ, എന്റെ കാറ് കാണിക്കാൻ പള്ളി വരരുത്, എന്റെ സ്വർണം കാണിക്കാൻ പള്ളി വരരുത്, എന്റെ ഡ്രസ്സുകൾ കാണിക്കാൻ പള്ളി വരരുത്. അതെല്ലാം പിശാചിന്റെ പ്രവർത്തനമാണെന്ന് പിന്നീട് മനസ്സിലാവും. അത് ഇപ്പം മനസ്സിലാവില്ല, ഒരു പ്രായം കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ 2 ആശയങ്ങൾ പറഞ്ഞു. ഒന്ന്, പള്ളിയിൽ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. 2, നമ്മുടെ നിലവാരം ഒരു ഉയർന്ന തലത്തിലേക്ക് മാറണം. അത് ഉയർന്ന തലത്തിൽ മാറുന്നത് പള്ളിയിലോട്ട് വരുമ്പം മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് പള്ളിയിൽ നിന്ന് പോകുമ്പം. മനസ്സിലായില്ലേ? ഈ ചിലരൊക്കെ വഴക്ക് കൂടും പറയുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, പള്ളി പോയിട്ട് വന്നിട്ട് മറുപടി പറയാമെന്ന്. ഇപ്പം ഞാനൊന്നും മറുപടി പറയുന്നില്ല, പള്ളി പോയിട്ട് വന്നിട്ട് മറുപടി പറയാം. പള്ളി പോയിട്ട് വരുമ്പോൾ അതിനേക്കാൾ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷം നീ ഒരു ആരാധനയായി മാറണം. ഇപ്പോൾ 2 കാര്യങ്ങൾ 6 പറയാനുണ്ടായതുകൊണ്ട് 2 പോയിന്റ് ഞാൻ രണ്ടാമത് നിർത്തുകയാണ്. 1, മറ്റുള്ളവരെ ദൈവസ്ഥാനത്തിലെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവിക ദൗത്യം. 2, പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാവം, നമ്മളൊരു ഉയർന്ന മലയിലേക്ക് മാറുന്നു. 3ാമത്തത്, ഈ പ്രാർത്ഥിച്ച സമയത്ത് രൂപാന്തരം വരുന്നുണ്ട്. യേശുവിനുണ്ടായത് രൂപാന്തരമാണെങ്കിൽ നമുക്കുണ്ടാവേണ്ട രൂപാന്തരം മാത്രമല്ല, മാനസാന്തരത്തിലൂടെ കൂടി വരുന്ന രൂപാന്തരം വരണം. മാനസാന്തരത്തിലൂടെ രൂപാന്തരം ഉണ്ടാവണം. എന്താ ഈ മാനസാന്തരം? ദൈവമക്കളെ, 1-ാം സങ്കീർത്തനത്തിൽ 3 അരുതുകൾ പറയുന്നുണ്ട്. നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ, മേലാൽ എന്നിൽ അശുദ്ധനും ചെലയില്ലാത്തോനും ചേർന്നു വരികയില്ല. ഞാൻ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് വൈദികന്റെ കൈകൊണ്ട് ഞാൻ കുർബാന കൊണ്ടു, ഞാൻ പ്രസംഗം കേട്ടു. ദൈവമേ, ഇനിയെങ്കിലും ഞാൻ എൻ്റെ പഴയ വഴിക്ക് പോകരുത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനങ്ങളും വരാനുള്ള ലോകത്തിന്റെ ശക്തിയെ കുറിച്ച് തിരിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ഉള്ളിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാമോ, നമ്മൾ ഓരോ കുർബാനയ്ക്കും പ്രബോധനത്തിനും കടന്നു വരുമ്പോഴും നമുക്ക് ഒരുപാട് ശക്തിയും കൃപയും കിട്ടുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ തകർത്ത് കളയാം. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, ഈ പള്ളിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പ്രാർത്ഥനയുടെ ശൈലികളൊന്നുമല്ല. നമുക്ക് വേണ്ട സക്കായി എങ്ങനാ നീ അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഈ ഭവനത്തെ രക്ഷയുണ്ടായെന്ന് പറഞ്ഞു അവന് വന്ന മാനസാന്തരമാണ്. കർത്താവേ, ഇതാ എൻ്റെ വസ്തുക്കൾ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ഏതൊരു ഞാൻ അപഹരിച്ചുള്ള 1-ന് 4 വീതം തിരിച്ചു കൊടുക്കും. ഇതെല്ലാം കൊടുത്തപ്പോഴാണ് ടു സെർവ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. അവൻ കൊടുത്തപ്പോഴാണ്, ആ മാനസാന്തരത്തിലൂടെയാണ് അവൻ ആ രൂപാന്തരം കടന്നു വന്നത്. ഇപ്പൊ നമ്മളിൽ പലർക്കും ഈ ഒരു മാനസാന്തരത്തിന്റെ ചിന്ത നമുക്ക് കടന്നു വരുന്നില്ല. അതിന്റെ മെയിൻ കാരണം, വളരെ ശ്രദ്ധയോടെ ഇപ്പം പല പള്ളിയിലുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ എനിക്കറിയാം, ഞാനിന്ന് രാവിലെ കുർബാന മധ്യം പറഞ്ഞു, ഇപ്പം പള്ളിയിലെ പ്രസംഗങ്ങൾ പോലും ഒരു കോമഡി ഷോ ആയി മാറി. ഇപ്പൊ നമ്മളിപ്പോ നന്നായിട്ട് സഭാവിശ്വാസവും ദൈവവചനം പറയുന്ന അച്ഛന്മാരെ ഇന്ന് പ്രസംഗത്തിന് വിളിക്കത്തില്ല. വിളിക്കുന്നത് ആരാ? അച്ഛാ ഇല്ല, അച്ഛനെ വിളിച്ച ചിരിച്ച് ഇവിടെ കോമഡി ഷോ ആണോ നടക്കുന്നത്? ഈ അടുത്തിടയ്ക്ക് യൂട്യൂബിലൂടെ ഒക്കെ ഞാൻ ചില പ്രസംഗങ്ങൾ കണ്ടു. ജനങ്ങളിരുന്നങ്ങ് ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ചിരിച്ച് തകർക്കാനുള്ളതാണോ പള്ളി? ഇപ്പം പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ആരോഗ്യപരമായ ചില തമാശകൾ പറയാം, അതിനൊരു അർത്ഥം വേണം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ അടുത്തിടയ്ക്ക് അത് ഏത് സഭയിലെ അച്ഛന്മാരായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് കുടുംബസംഗമാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിരിയ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദേവാലയം കണ്ണുനീരൊഴുക്കാനുള്ള സ്ഥലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, യേശു കുറിച്ച് ചിരിച്ചതായിട്ട് പറയുന്നുണ്ടോ? ഒരിടവും പറഞ്ഞിട്ടില്ല. കരഞ്ഞതായിട്ട് പറയുന്നുണ്ട്. യേശു കണ്ണുനീർ വാർത്തു. പരമല തിരുമേനിയുടെ ചിരിച്ച ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. പരിശുദ്ധന്മാരുടെ മാതാവിന്റെ ഒരു ചിരിച്ച ഫോട്ടോ. അതിന്റെ അർത്ഥം ചിരിക്കരുത് നല്ല, ചിരിക്കണം, ചിരി നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പക്ഷേ ദേവാലയം ചിരിച്ചു തകർക്കാനുള്ള കോമഡി വേദികളാക്കി മാറ്റരുത് എന്നെന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ പറയട്ടെ. കാരണം ഈ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ?
ബഹുമതിപൂർവം നിന്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിച്ചു. അതുകൊണ്ട് ഇപ്പം പല പള്ളിയിലും പ്രസംഗത്തിന് വിളിക്കുന്ന പൊതുയോഗമാണ്. പൊതുയോഗത്തിന് എന്ത് അധികാരമുണ്ട്? ഫെയ്ത്ത്, ഡിസിപ്ലിൻ, ഓർഡർ എന്നുള്ളത് വികാരിയുടെ ചുമതലയാണ്. അത് വികാരി പ്രാർത്ഥനാപൂർവം എൻ്റെ ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുന്ന വൈദികരെ വിളിച്ചിട്ട് ആ പ്രസംഗം കേട്ടാൽ ഉടനെ കണ്ണ് നിറയണം. അത് പബ്ലിക്കായിട്ട് കരയണമെന്നില്ല. പക്ഷെ ഇന്ന് നമുക്കെല്ലാം അങ്ങ് വേണ്ട, നമ്മുടെ പള്ളികൾ പോലെ എന്റർടൈൻമെന്റ് രീതികളിലേക്ക് മാറിയില്ലേ? യഥാർത്ഥത്തിൽ പണ്ടത്തെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ, കൺവെൻഷൻ നടക്കുമ്പോൾ ഒരൊറ്റ ബോർഡേ ഉള്ളൂ. എന്താ ബോർഡ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവേൻ. ആ പ്രസംഗം അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനർജി കൂടും. പക്ഷെ ഇന്ന് ചിരിച്ച് തകർത്ത് ഏതാണ്ട് അതിന്റെ അർത്ഥം എന്താ? ഈ പള്ളിക്കകത്ത് ചിരിച്ച് തകർക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? ഞാൻ വളരെ ഓക്കെയാണ്, മനസ്സിലായില്ലേ, എനിക്കൊരു കുറ്റവും ഇല്ല, ഞാനങ്ങ് ചിരിച്ച് തകർക്കുക. തകർക്കും തോറും കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കുടുംബത്തിൽ എന്തെങ്കിലും സമാധാനമുണ്ടോ? അതിന്റെ കാര്യം എന്താ? ഇവിടെ വന്നിരുന്ന് ദൈവത്തെ കാണാതെ ഇറങ്ങിപ്പോകരുത്. അതിന് അച്ഛനാവണമെന്നില്ല, തിരുമേനി ആവണമെന്നില്ല, ജോലി കൂടണമെന്നോ കശുവണ്ടി ഭക്തിയിലോ ഏത് ജോലി ആയാലും മതി. ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസാന്തരമുണ്ട്. ആ മാനസാന്തരം 1, 2, 3 മണിക്കൂർ ഇരുന്നാൽ കിട്ടണമെന്നില്ല. നിരന്തരമായ ദൈവബന്ധത്തിലൂടെ. അതിന് ഞാൻ സ്ഥിരം പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മള് ഫ്രിഡ്ജിൽ പച്ചവെള്ളം വെക്കാറുണ്ട് ഇല്ലേ? 1 മണിക്കൂർ ഇരുന്നാൽ അത് തണുക്കും, 2 മണിക്കൂർ ഇരുന്നാൽ ഐസാവും. 1 ദിവസം മുഴുവൻ ഇരുന്നാൽ ആ ഫ്രിഡ്ജിൽ നിന്ന് അത് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. 1 ദിവസം മുഴുവനായിട്ടിരുന്നാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അത്ര ഫ്രിഡ്ജുമായിട്ട് യോജിച്ചു. ഇതുപോലാണ് ദൈവവുമായിട്ട് നമ്മൾ അടുത്തിരിക്കുമ്പോഴേ നമ്മുടെ അഴുക്കുകളെല്ലാം അങ്ങ് മാറി ദൈവമായിട്ടൊരു നല്ല ബന്ധം. പൗലോസ്ലീഹ പറഞ്ഞല്ലോ, എൻ്റെ യേശുവിൻ്റെ ചൂടടയാളം ഞാൻ വഹിച്ചിരിക്കുന്നു, എൻ്റെ യേശുവിൻ്റെ ചൂടടയാളം ഞാൻ വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു മാനസാന്തരം അത് ഏതെല്ലാം തലത്തിൽ വരണം. എൻ്റെ ഭർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം അത് നന്നായി, എൻ്റെ ഭാഗത്താണ് കുറവെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ ഭാഗത്താണ് കുറവെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഇപ്പം തന്നെ എനിക്കറിയാം കേരളത്തിൽ 120 വൃദ്ധഭവനങ്ങളുണ്ട്. ഈ പള്ളിയിൽ വന്നിരിക്കുന്ന ആരുടെയെങ്കിലും അമ്മയപ്പന്മാർ വൃദ്ധഭവനത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൈമലർത്തിയാലും തമ്പുരാൻ കേൾക്കത്തില്ല പ്രാർത്ഥന. എഴുതി വെച്ചു. കാരണം അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. 1, ജന്മം നൽകി. 2, 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്നു. ഇന്ന് വൃദ്ധഭവനങ്ങൾ കൊണ്ട് തള്ളുന്നതിനും പാലിയേറ്റീവ് കെയർ സെന്റർ കൊണ്ട് കളഞ്ഞിട്ടും വന്ന് പരിമല വന്നിട്ട് എന്തെടുക്കാനാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പണ്ട് നല്ലൊരു ഹോസ്പിറ്റലില്ല, അവര് നന്നായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. 10-12 കിലോമീറ്റർ തോളയിലിട്ടിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവര് നമ്മളെ നന്നായിട്ടൊന്ന് വളർത്തിയത് വലിയ ഭക്ഷണവും വലിയ മുറിയൊന്നും കൊടുത്തില്ലേലും സ്നേഹത്തോട് അപ്പാന്നൊന്നും വിളിക്കാതെ, സ്നേഹത്തോട് അമ്മയെന്നൊന്നും വിളിക്കാതെ, സ്നേഹത്തോട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ചത്തു കഴിയുമ്പം തിരുമേനിമാരെയും ആർഭാടങ്ങളും കൊയറും വിളിച്ചിട്ട് റോഡിലൂടെ ബഹളം ഉണ്ടായിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും വലിയൊരു പ്രൗഢിയാണെന്നായിരിക്കില്ല, മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുക. അപ്പോൾ ഈ മാനസാന്തരം വരേണ്ട പല മേഖലകൾ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഏതെങ്കിലും തരത്തിൽ സർക്കസ് കൂടാരം കണ്ടിട്ടുള്ളവരാ അല്ലേ? ഈ സർക്കസ് കൂടാരം നോക്കിയാൽ അറിയാം, വലിയൊരു തൂണിൽ അനേക കയറുകൾ പല സ്ഥലത്തേക്ക് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ടാർപ്പ ഇടുന്നത്. ഇത് 1 മാസം 2 മാസം എടുത്താണ് ഈ കൂടാരം. പക്ഷെ ഈ കൂടാരത്തിന്റെ ഓരോ കയറുകളും ഓരോ കമ്പിയിൽ കൊണ്ട് ബന്ധിക്കും. ഒരു കൂടാരത്തിന്റെ ഒരു കയറ് പോകുന്നത് പട്ടിയുടെ കൂട്ടിലേക്കായിരിക്കും, ഒരെണ്ണം കടുവയുടെ കൂട്ടിലേക്കായിരിക്കും, ഒരെണ്ണം സിംഹത്തിന്റെ കൂട്ടിലേക്ക്, ഒന്ന് മനുഷ്യന്റെ കൂട്ടിലേക്ക്. ഇങ്ങനെ ഓരോ കയറുകളും വേർതിരിക്കുന്നത് ഓരോ കൂടുകൾക്ക് വേണ്ടിയാണ്. ഇതിലെ ഏതെങ്കിലും ഒരു കയറ് പൊട്ടിയാൽ സിംഹം മനുഷ്യന്റെ കൂട്ടിലും, മനുഷ്യൻ പട്ടിയുടെ കൂട്ടിലും, പട്ടി ഇതിന്റെ കൂട്ടിലും പോകും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ധാർമ്മികതകളുണ്ട്. അപ്പനോടുള്ള ബന്ധം അതൊരു കയറ്, അത് പൊട്ടിക്കരുത്. പള്ളിയോടുള്ള ബന്ധം, നൊയമ്പിനോടുള്ള ബന്ധം, പ്രാർത്ഥനയുടെ ബന്ധം, ആത്മീയ ബന്ധം, അയൽപക്കത്തേക്കുള്ള ബന്ധം, ഇതിന്റെ എല്ലാ കയറും ഒരുപോലെ ഇരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയാൽ, ഇപ്പം ചിലരെ നോക്കിയാൽ അറിയാം, പള്ളിക്ക് കൊടുക്കും, അപ്പന് കൊടുക്കത്തില്ല, അപ്പന് കൊടുക്കും, പള്ളിക്ക് കൊടുക്കത്തില്ല, അയൽപക്കക്കാർ കൊടുക്കും, ദേവാലയത്തിൽ കൊടുക്കത്തില്ല. പക്ഷേ എല്ലാം ഒരുപോലെ ദൈവികമായി വരുമ്പോൾ മാത്രമേ, തീത്തോസിന്റെ ലേഖനം 1:15 പറയുന്നുണ്ട്, ശുദ്ധമുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, അശുദ്ധന്മാർക്കും മലിനന്മാർക്കും ഒന്നും ശുദ്ധമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കണം,
നമ്മുടെ ജീവിതത്തിൽ കർത്താവെ ഈ 2017 ജൂലൈ മാസം 14-ാം തീയതി ഞാൻ തീരുമാനമെടുക്കട്ടെ, ഏതാണ് എൻ്റെ കുറവെന്നും ഏതാണ് എൻ്റെ തെറ്റെന്നും നന്നായി പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ കബറിൽ നിന്ന് പോയി അടുത്ത പ്രാവശ്യം ഞാൻ ഈ കബറിങ്കിൽ വന്നിരിക്കുമ്പം എൻ്റെ ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വൈദികന്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനോട് കണക്ട് ചെയ്തൊരു കാര്യം കൂടെ പറയട്ടെ. നമുക്കിന്ന് പലർക്കും കുർബാന കൊണ്ടിട്ട് പറ്റുന്ന കുഴപ്പം എന്താ? കുർബാന കൊണ്ട് രോഗം കൂടുക. സംശയമുണ്ടോ? കുർബാന കൊണ്ടാൽ നമ്മുടെ രോഗം മാറേണ്ടതിന് പകരം കുർബാന കൊണ്ട് രോഗം കൂടുക. കാര്യം എന്താ? നമ്മളിൽ പലരും ഈ കുർബാനക്രമത്തിൽ എഴുതിയിരിക്കുന്ന കുമ്പസാരക്രമം വായിക്കാതെയും അത് പ്രവർത്തിക്കാതെ വന്ന് കുർബാന കൊള്ളുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ കുർബാനക്രമത്തിന്റെ അവസാനം ഒരു 20 മിനിറ്റെങ്കിലും ഇരുന്ന് വായിക്കാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേര് വായിച്ചിട്ട് ഇപ്പൊ ഒരു ഹൂസോയയുടെ ക്രമമായിട്ട് മാറി. മാവേലി സ്റ്റോറി ക്യൂ നിൽക്കുന്ന പോലെ. സന്ധ്യാനമസ്കാരം കഴിക്കുമ്പോൾ കാണാം ഒരു 20 പേര് കാണും. അത് കണ്ടിട്ട് ഒരു 20 പേര് വരും. അതിന്റെ പുറകിൽ ഒരു 40 പേര് വരും. തുബ്ദേൻ സമയത്ത് കാണാം 10 പേർക്ക് കൊടുത്ത് 50 പേര് വരും. നിങ്ങൾ എന്ത് ഒരുക്കത്തിലാണ് വന്നു കൊള്ളുന്നത്? ഇപ്പോൾ ഒരു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ലേഹ്യം കഴിച്ചാൽ അതിന് പഥ്യം നോക്കണം. ആ പഥ്യം കറക്റ്റ് അല്ലെങ്കിൽ ആ ലേഹ്യം ഇരട്ടി ദോഷം ചെയ്യും. പശുവിന്റെ പാല് നല്ലത്, എടുക്കുന്ന പാത്രം മോശമാണെങ്കിൽ പാലിന്റെ കുറ്റമാണോ പാത്രത്തിന്റെ കുറ്റമാണോ? അപ്പോൾ ഒരു റിയൽ കുമ്പസാരം നടക്കാതെ കുർബാന അനുഭവിക്കരുത്. ഇനി മറ്റൊരു കുഴപ്പം, പലരുടെയും ധാരണ എനിക്ക് വികാരി അച്ഛനോട് നല്ല ബന്ധമാണ്, അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയി ഞാനിതെല്ലാം കൂടെ അങ്ങ് തുറന്നു പറഞ്ഞാലേ ഇനി നാളെ അച്ഛൻ്റെ മുഖത്ത് അങ്ങനെ നോക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ശരിക്കും നമ്മുടെ സഭാവിശ്വാസം നമുക്ക് കൗൺസിലിംഗ് ഇല്ല, അറിയാം. നമുക്കുള്ളത് കുമ്പസാരമാണ്. കർത്തൂപ്പായിട്ടുകൊണ്ട് കുമ്പസാരിക്കുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ കുമ്പസാരിച്ച് കഴിയുമ്പം ഒരിക്കലും അച്ഛൻ ആ പാപം പിന്നെ ഓർക്കത്തില്ല, ആ കണ്ണുകൊണ്ട് നിങ്ങളെ കാണില്ല. കണ്ടാൽ ആ പാപം അച്ഛനിലേക്ക് വരുമെന്ന. പക്ഷെ ഹൃദയം തുറന്ന് കുമ്പസാരിക്കണം. ഒരു കള്ളക്കുമ്പസാരം നടത്തി ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും തരുന്നതാണ്. പിന്നെ നമ്മൾ കുർബാന ക്രോസായിട്ട് പിടിക്കുമ്പോൾ പറയുന്ന ഒരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശിക്ഷയ്ക്കും പ്രതികാരവും. ഇപ്പോഴാ, പണ്ട് പറഞ്ഞ പ്രതി പകരവുമെന്നാണ്. മനസ്സിലായില്ലേ? തിരിച്ചടിക്കും. ഈ കുർബാന കൊണ്ടിട്ട് അനുഗ്രഹത്തിന് പകരം തിരിച്ചടിയാ പലർക്കും വരുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ ശൈലി അങ്ങ് മാറിയേ. വെള്ളിയാഴ്ച ഒരു ഉപവാസമൊക്കെ എടുത്ത് ശനിയാഴ്ച രാവിലെ വീട്ടിൽ ഇതിനു വേണ്ടി ഒന്ന് ഒരുങ്ങി സന്ധ്യാനമസ്കാരത്തിനൊക്കെ ഒന്ന് വന്ന് പാവങ്ങളെല്ലാം അച്ഛനെടുത്ത് ഏറ്റുപറഞ്ഞ് കുർബാന കൊള്ള്. ഞാൻ പറയട്ടെ, കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം പ്രകാശിക്കുന്നതായി തോന്നും. അത്ര പവറാണ് ഈ കുർബാന. കുർബാനയിൽ തന്നെ 5 ഘടകങ്ങളുണ്ട്. വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് ഫ്ലവർ, വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് സോങ്. ഇത് 5 ചേരുന്നതാ കുർബാന. ഒന്നുകൂടെ ഞാൻ പറയാം. വർഷിപ്പ് വിത്ത് ഫയർ, ഇതിൽ തീയുണ്ട്, തീയല്ലോ ഈ മദ്ബഹ. വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്, ഇതിൽ ഫലങ്ങളുണ്ട്, ഗോതമ്പപ്പവും വീഞ്ഞും, അത് ഫ്രൂട്ടിന്റെയാണ്. വർഷിപ്പ് വിത്ത് ഫ്ലവർ, ഇതിൽ പൂക്കളുണ്ട്, ഓശാനയ്ക്കെല്ലാം. വർഷിപ്പ് വിത്ത് വാട്ടർ, ഇതിൽ വെള്ളമുണ്ട്. വർഷിപ്പ് വിത്ത് സോങ്, ഇതിൽ പാട്ടുണ്ട്. ഇത് 5ഉം കൂടെ അടങ്ങിയതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാ ഈ കുർബാന കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയും പണ്ട് നടത്താതിരുന്നത്. ഇപ്പൊ എന്താ ഇത്? ഇപ്പം കുർബാന കഴിയുമ്പോഴാണ് ഞാൻ ഉൾപ്പെടെയുള്ള അച്ഛന്മാർക്ക് പ്രാർത്ഥന തുടങ്ങുന്നത്. ശരിക്കും തെറ്റാണ്. കുർബാന കൗമേൽ തുടങ്ങി കൗമേൽ അവസാനിക്കും. കുർബാന കഴിഞ്ഞാൽ പിന്നീട് ജന്മദിന സ്തോത്രം, വിവാഹ വാർഷികം, ഇതൊന്നും പാടില്ലെന്നാ. പിന്നെ ചെറിയ രീതിയിൽ ഒരു പ്രാർത്ഥന നടത്തി തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. മാതാവിന്റെ ജന്മപ്പെരുന്നാളിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. പിന്നാണോ വ്യക്തികളുടെ? എന്താ ഈ കുർബാന കഴിഞ്ഞ മറ്റൊരു പ്രാർത്ഥന നടത്തതെന്ന് പറയാൻ കാര്യം? വിശുദ്ധ ത്രോണോസിൽ യേശുവിന്റെ ശരീരം ഇരിക്കുക. യേശുവിന്റെ ശരീരം ത്രോണോസിൽ തിരിയും കത്തിച്ചവിടെ ഇരിക്കുമ്പം പിന്നെ വ്യക്തികളുടെ പേരുകൾ വിളിച്ചു പറയുന്ന ശൈലി നമുക്കില്ല. അതുകൊണ്ടാണ് കുർബാന കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചോദിക്കുക, അച്ഛാ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഇത് എവിടാ പറയും? നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എഴുതി കൊടുക്കുന്ന എല്ലാ പേരുകളും കൈമിനിക്ക നിലത്തിട്ട് യാചിക്കേണ്ട സമീപത ചൊല്ലുമ്പോൾ അതെല്ലാ പേരും അച്ഛൻ 3 പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നുണ്ട്. അതുകൂടാതെ തുയോവയ്ക്ക് പേര് ഓർക്കുന്നുണ്ട്, തുബ്ദേന്റെ സമയത്ത് ഓർക്കുന്നുണ്ട്. അതാണ്ട് എൻ്റെ മോളും വന്നിട്ടുണ്ട്. എൻ്റെ മോള് കുർബാന ചൊല്ലുമ്പോഴാണ് ജനിച്ചത്. ഇപ്പൊ നമ്മൾ ഈ കുർബാനയുടെ ശക്തി നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ കുർബാന കഴിഞ്ഞാൽ, അടുത്തിടയ്ക്ക് പ്രായമുള്ള ഒരു അച്ഛൻ പറഞ്ഞത്, കുർബാന കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നത് വലിയൊരു പടക്കം പൊട്ടിച്ചിട്ട് ടോ എന്ന് പറയുന്ന പോലെ ഉള്ളെന്ന്. മനസ്സിലായി? വലിയൊരു പടക്കക്കോട്ട പൊട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ മൂലയ്ക്ക് ഇന്ന് ടോ എന്ന് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. ഇപ്പം നമുക്ക് ആ കുർബാന വളരെ ശ്രദ്ധയോടെ പ്രഭാതം മുതൽ കുർബാന തീരുന്നത് വരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ ഒരു പ്രാർത്ഥനയുടെ പുറകാലെ ഒന്നും പോണ്ട. ഇനി വിഷയം വെച്ച് ഞാൻ ചോദിക്കട്ടെ, വിഷയം വെച്ചിട്ടാണോ എല്ലാം ദൈവം തരുന്നത്? ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാനൊരു പ്രാർത്ഥനയ്ക്ക്
ചെന്നപ്പോഴാണ് ഒരു വിഷയം എഴുതി കൊടുത്തിരിക്കുകയാണ്, വണ്ടിക്ക് മൈലേജ് ഇട്ട്. വിഷയങ്ങളെല്ലാം കൂടി 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 വന്നിട്ട് വിഷയങ്ങളോടെ വിഷയമാണ്. ഇതൊന്നുമല്ല ദൈവസന്നിധിയിലുള്ള വിഷയം. ആരാധനയുടെ മഹത്വത്തിൽ നിന്നിട്ട് കുർബാന കഴിയുമ്പം തന്നെ ഉണ്ടല്ലോ നമുക്കൊരു തേജസ്സിന്റെ രൂപാന്തരം കടന്നു വരും. അതുകൊണ്ട് 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാവമാണ് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക. രണ്ടാമത് എന്താ ഞാൻ പറഞ്ഞത്? ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉയർന്ന നിലവാരം വേണം. മൂന്നാമത്തതാണ് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെടണം. നാലാമത്, ഈ പ്രാർത്ഥിച്ച സമയത്തൊരു ശോഭ, യേശുവിലൊരു ശോഭ വന്നു. ദൈവമക്കളെ, ഈ ശോഭ നമ്മുടെ എല്ലാ കൂദാശയിലും കിട്ടും. നമുക്കറിയാമോ, പട്ടംകൊട ശുശ്രൂഷയേക്കാൾ വലുതാണ് മാമോദീസ. ഈ മാമോദീസ നൽകുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലായിടവും പറയാറുണ്ട്, നമ്മുടെ ബർത്ത്ഡേ എന്ന മാമോദീസ മുങ്ങുന്ന തീയതിയാണ്. എല്ലാവരും ബർത്ത്ഡേ പള്ളി പേര് കൊടുക്കുന്ന എന്ന ജനിച്ച ദിവസമല്ല നമ്മുടെ ബർത്ത്ഡേ. നമ്മൾ ഈ സഭയിൽ മാമോദീസ നൽകിയ ആ തീയതിയാണ് നമ്മുടെ ബർത്ത്ഡേ. പക്ഷെ നിങ്ങൾ മറ്റേ ഡേറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ ആരും മറക്കരുത്. മാമോദീസ മുങ്ങിയ തീയതി, മാമോദീസ മുങ്ങിയ അച്ഛൻ, മാമോദീസ മുങ്ങിയ പേര്. ഇത് 3 മറക്കരുത്. ഇത് 3 അറിയാവുന്നവരൊന്ന് കൈവോക്കാമോ? സന്തോഷം, ഒരാൾ മാത്രമുണ്ട്. എന്തൊക്കെയാ ഞാൻ ഒന്നുകൂടെ പറയാം. മാമോദീസ മുങ്ങിയ തീയതി, മാമോദീസ മുങ്ങിയ അച്ഛൻ, മാമോദീസ മുങ്ങിയ പേര്. ഇത് 3 ഒരിക്കലും മറക്കരുത്. ചിലർക്ക് ഒന്നറിയാം, ചിലർക്ക് അര പോലും അറിഞ്ഞുകൂടാ. ഇത് 3 കുർബാന ബൈബിൾ നമ്മൾ വായിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടേക്കൂടെ വന്ന്. ശരിക്കും നമ്മുടെ ബർത്ത്ഡേ മാമോദീസ മുങ്ങിയ തീയതിയാണ്. ഈ മാമോദീസയിലൂടെ സഭയിലേക്ക് ചേർക്കപ്പെട്ടാൽ ഈ മാമോദീസയൊക്കെ മുങ്ങി. ഇപ്പൊ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? മാമോദീസ മുക്കുന്നതിന് മുമ്പ് ഭയങ്കര കരച്ചിലും പേടി ഞെട്ടലൊക്കെ ആയിരിക്കും. ഈ മൂറം കൊണ്ടൊന്ന് പുരട്ടി, ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്, ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിച്ച്. നമുക്കറിയാമല്ലോ, മൂറോം കൊണ്ട് കൂദാശ ചെയ്യുന്നത് നമ്മുടെ പള്ളിയും ശരീരവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും മൂറോൻ എടുക്കത്തില്ല. അപ്പോൾ ആ മൂറോൻ കൊണ്ട് കൂദാശ ചെയ്യുന്ന ഈ മാമോദീസായിക്ക് തന്നെ കുഞ്ഞിന്റെ മുഖത്തൊരു ശോഭയുണ്ട്. രണ്ടാമത്, നമ്മുടെ വിവാഹ കൂദാശ ആര് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് മൂറം കൊണ്ടല്ല, വിവാഹ കൂദാശ. നോക്കിയേ, മണവാളന്റെയും മണവാട്ടിയുടെയും ആ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരെ മന്ത്രകോടി കയ്യിലിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഡ്രസ്സിന്റെ ശോഭയൊന്നും അല്ല, എന്ന പ്രകാശമാണെന്നറിയാമോ, എന്ന തേജസ്സാണെന്നറിയാമോ. അതേപോലെ തന്നെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ചിലരുടെ മുഖം കണ്ടിട്ടില്ലേ? ഈ പത്തനാപുരത്തിനടുത്ത് ഒരു പള്ളിയിൽ അപ്പനും അമ്മയും കൂടെ ഒരേ ടൈമിന് മരിച്ചു. 15 മിനിറ്റ് വ്യത്യാസത്തിൽ 70-72 വയസ്സുള്ള അപ്പൻ മരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ അമ്മയും മരിച്ചു. 9 വർഷം മുമ്പ് ഞാൻ ആ ശവസംസ്കാരത്തിന് പോയിരുന്നു. അടക്ക സമയത്ത് കാലം ചെയ്ത ദിദിമോസ് ബാവ ഉൾപ്പെടെ കുറെ ഏറെ തിരുമേനിമാരും അച്ഛന്മാരും അവിടെ വന്നു. ആ 2 പേരുടെ ഫേസ് നോക്കിയിട്ട് എല്ലാവരും നോക്കിപ്പോയി. നല്ല കറുത്തവരാ, പക്ഷെ ആ ശവസംസ്കാര സമയത്ത് അവരുടെ മുഖത്തിന്റെ തേജസ് ഉണ്ടല്ലോ, എത്ര പ്രകാശമാണ്. ദൈവമക്കളെ, വലിയ പണമുള്ള വീട്ടിലൊന്നും അല്ല. അപ്പോൾ ഈ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മുഖത്ത് തേജസ് വേണം. അതുകൊണ്ടാണ് കർത്താവേ നിൻ രക്തശരീരങ്ങൾ ഭക്ഷിച്ച് ഭക്തരായി മരിച്ചവർ കരളണമേ നല്ല ഓർമ്മ. ആ ദൈവിക തേജസ് നമ്മുടെ മുഖത്തുണ്ടെങ്കിലേ ഒരിക്കലും നമ്മുടെ മുഖം വാടത്തില്ല. അതിന് 51-ാം സങ്കീർത്തനം, എന്നും 51-ാം സങ്കീർത്തനം ഒരു ക്രൈസ്തവൻ ചൊല്ലണമെന്ന് പറയാനുള്ള കാര്യം എന്താ? ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ തന്ന് സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണം. ചിലരെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവരിലും ഉണ്ട്, എനിക്കറിയാം. എന്തെല്ലാം പാറ പൊട്ടുന്ന പ്രശ്നം വന്നാൽ അവിടെ മുഖത്ത് പുഞ്ചിരി മാറത്തില്ല. ഇന്നലെ നൈനാനച്ചനോട് സംസാരിച്ചപ്പം അച്ഛൻ പറഞ്ഞത് ഒരു ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛാ, നമ്മൾ ഈ ദിവസം ഒരു പ്രതിസന്ധി വരുമെന്ന് ചിന്തിച്ചെഴുന്നേൽക്കുക, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് പ്രയാസം വരത്തില്ല. ഈ പണ്ടത്തെ പിതാക്കന്മാർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രയാസമെല്ലാം മാറണമേ എന്നല്ല. അവര് പറയും, ദൈവമേ പ്രയാസങ്ങൾ കടന്നു വരണമേന്നാ. അവർക്ക് പ്രയാസങ്ങൾ കടന്നു വന്നില്ലെങ്കിൽ വൈകിട്ട് സൂത്താറ കഴിയുന്ന സമയത്ത് മുട്ടുസൂചി കൊണ്ട് വിരളെ കുത്തും, തീക്കകത്ത് വിളക്കൽ കൊണ്ട് വിരൽ കാണിക്കും. കാര്യം എന്താ? എൻ്റെ യേശുവിൻ്റെ കുരിശിനെ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ പലരും ധരിക്കുന്ന എന്തിനാ പ്രാർത്ഥിക്കുന്ന അറിയാമോ? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ കോഫി ഇഡ്ഡലി മുമ്പിൽ വരണം, ബാങ്കിലെ ബാലൻസ് കുറയരുത്, ആരുടെയും പ്രയാസങ്ങൾ എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ അതല്ലല്ലോ ദൈവാനിക്ക്. അങ്ങനെയാണെങ്കിൽ യേശുമ്പരാനെ കാൽവറി ക്രൂശി തറയ്ക്കണമായിരുന്നു, യോഹന്നാന്റെ തല പോകുമായിരുന്നു.
പത്രോസിനെ തലകീഴായി ക്രൂശിക്കുമായിരുന്നു. ഈ ശിഷ്യന്മാരെല്ലാം ഇത്രയും ഈ ത്യാഗങ്ങൾ സഹിക്കണമായിരുന്നു. അതുകൊണ്ട് 2 തീമോഥെയോസ് 3:12 പറയുന്നൊരു വാക്യമുണ്ട്, എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. മനസ്സിലായില്ലേ? എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ദൈവമക്കളെ, ഇപ്പം തന്നെ ഈ സ്ത്രീകളൊക്കെ പൊതുവേ പറയുന്നൊരു വരി എനിക്കറിയാം. അച്ഛാ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പറ, ഞാനാണ്. അല്ലേ? എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന വെറും കള്ളത്തരവാ. കാരണം ഒരു വീട്ടിൽ 4 മക്കൾ ക്യാൻസറുമായിട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചിട്ട് 4 പെൺകുട്ടികളും ദൈവാശ്രയത്തിൽ സന്തോഷത്തോടെ കഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദുഃഖമില്ലാഞ്ഞിട്ടല്ല, അവർക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം വലിയവനാണ്. വന്യനായ ജോഷുവാച്ചൻ സ്ഥിരം പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, യഹോവ എൻ്റെ ജീവന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. 3 പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും എന്തെല്ലാം ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നിട്ടും ആ മുഖത്തിന്റെ തേജസ് മാറുന്ന നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ ഓർക്കണം, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരുന്നാൽ നമ്മുടെ ഫേസിന്റെ തേജസ് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ഇപ്പോഴും നമുക്കറിയാം, ഈ ചിലരെ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാലേ ഈ സൗന്ദര്യം ഐശ്വര്യം എന്ന് പറയുന്ന കറുപ്പും വെളുപ്പമൊന്നും അല്ല, അത് ആരും ധരിച്ചു കളയരുത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ നിറം എന്താ? കറുപ്പല്ലായിരുന്നു. നെൽസൺ മണ്ടേലയുടെ നിറം കറുപ്പല്ലേ? ഒബാമയുടെ നിറം കറുപ്പല്ലേ? എത്രയോ മഹാന്മാരുടെ നിറം കറുപ്പ്. അന്നേരം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പുമല്ല. ഐശ്വര്യം, തേജസ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഇസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി എന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. തേജസ് എന്ന് പറയുന്നത് ഒറ്റ വരി ഞാൻ പറയട്ടെ, നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. മനസ്സിലായില്ലേ ലേച്ച? നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. ഇപ്പം കണ്ടിട്ടില്ലേ, ചിലരൊക്കെ ഈ പള്ളിയിൽ അച്ഛൻ്റെ കൈമുത്താൻ വരുന്നത് കണ്ടാൽ അച്ഛനും ഒരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. പക്ഷെ ചിലരെ കൈമുത്താൻ വരുന്ന കണ്ടാത്തൊന്നും അച്ഛനെ 5000 രൂപ കൊടുക്കാനുള്ളതുപോലെ. ഇനി പള്ളിയിലൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടുണ്ടോ, വീർത്ത് കെട്ടി ഒരു താക്കോലൊക്കെ ഇങ്ങനെ വീശി, നമ്മൾ ആരുടെ മുമ്പിലാണ്? ഇതൊന്നും വേണ്ട. ഈ തേജസ് കണ്ടിട്ട് ഒരാൾക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ സാധിക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവിക മാഹാത്മ്യത്തിന്റെ ഏറ്റവും വലിയൊരു ശോഭ. അതുകൊണ്ട് ഇനി ഏത് വീടെടുത്ത് നോക്കിക്കോ, ഏത് വീടെടുത്താലും ഏതെങ്കിലും പ്രയാസമില്ലാതെ ഒരൊറ്റ വീട് വിടിരിപ്പില്ല. ഒന്നുകിൽ ഭാര്യയ്ക്ക് രോഗം, അല്ലെങ്കിൽ ഭർത്താവിന്, അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം. ഇതില്ലാതെ ഒരു വീടുമില്ല. പണ്ടൊരു ധ്യാന കേന്ദ്രത്തിൽ ഒരുമിച്ചിരുന്ന് 3 ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ വന്ന് പ്രയാസമുള്ളവരെല്ലാം എഴുന്നേൽക്കാൻ. അല്ല, ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഈ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഒരാൾ വലിയ ആവേശത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നതിൽ പ്രയാസമുള്ളവരെല്ലാം എഴുന്നേൽക്കാൻ. ഉടനെ എല്ലാവരും എഴുന്നേറ്റ്, ഒരാൾ മാത്രം ഇരുന്നു. ഉടനെ കൈയടിച്ച് സ്തോത്രം ചെയ്ത്, ഒരാൾക്ക് മാത്രം പ്രശ്നമൊന്നുമില്ല, എല്ലാവരോടും ഒരു 10 മിനിറ്റ് ഈ ധ്യാനത്തിന് വന്നിരുന്നതിൽ ഒരാൾക്ക് മാത്രം പ്രയാസമില്ലാത്തതിനാൽ നമുക്കെല്ലാം സ്തോത്രം 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 പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ പുള്ളി താഴെ ഇരുന്നുകൊണ്ട് ബഹളം വെക്കണം. പക്ഷേ അതാരും കേട്ടില്ല. എല്ലാവരും കൈയടി നിർത്തിയപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഞാൻ എഴുന്നേൽക്കാത്തത് എനിക്ക് പ്രയാസമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ 2 കാലും ഇല്ലാത്തതുകൊണ്ടാണെന്ന്. മനസ്സിലായില്ല? ഞാൻ എഴുന്നേൽക്കാത്തത് എനിക്ക് പ്രയാസം ഇല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ 2 കാലും ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം പ്രിയമുള്ളവരെ, ഒരു പ്രയാസം ഇല്ലെന്ന് ധരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. പക്ഷെ ഈ പ്രയാസങ്ങളെല്ലാം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവേ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ആ കണ്ണുനീരിലൂടെ നമുക്ക് ദൈവിക ശോഭയായി മാറട്ടെ. 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നും അടിവരയിട്ട് പറയുന്നത്. 1, പ്രാർത്ഥനയുടെ 1ാമത്തെ ഭാവം കൂട്ടിക്കൊണ്ടുവരണം. 2, ഉയർന്ന മലയിലേക്ക് മാറണം. 3, മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെടണം. 4, ദൈവിക ശോഭയുടെ ഭാവമായി മാറണം. 5ാമത് ഒരു സംസർഗം അവിടെ നടക്കുന്നുണ്ട്. കർത്താവേ, ഇവിടെ 3 കുടിലുണ്ടാക്കാം, 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവനും. അവിടെ ഷെയറിങ്ങും സംസർഗവും. ദൈവമക്കളെ, കുടുംബ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഏറ്റവും പ്രധാനമായ ഒരു 5ാമത്തെ ഭാവമാണ് ഈ ഷെയറിങ്ങും കെയറിങ്ങും സംസർഗവും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് വേണം. ഇത് 3 കൂടെ കണക്റ്റഡാ. 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവനും. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, നമുക്കിവിടെ 1 കുടിലുണ്ടാക്കാം, അത് നമുക്ക് മാത്രം മതി. നോക്ക്, ആ ഷെയറിങ് നോക്ക്. ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവനും. കുടുംബജീവിതങ്ങളിലും ഓർക്കണം, എപ്പോഴും
നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു. അതേപോലെ കുടുംബജീവിതത്തിൽ മശിഹ സഭയ്ക്ക് വേണ്ടി സ്വപ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. ചിലരെങ്കിലും ആലോചിക്കാറുണ്ട്, അച്ഛാ ഇത് തന്നെ ആയിരുന്നു എൻ്റെ ഭാര്യ, ഇത് തന്നെയാണോ എൻ്റെ ഭർത്താവ്? ഒരു സംശയവും വേണ്ട, ദൈവം നിനക്ക് തന്ന സമ്മാനമാണ്. ചിലപ്പോൾ അവന് കുറവ് കാണും, അവൾക്ക് കുറവ് കാണും. പക്ഷെ ആ ഷെയറിങ്ങും ആ കെയറിങ്ങും അതുകൂടാതെ ആ സംസർഗം, ഈ പ്രാർത്ഥനയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാരെല്ലാം കാണിച്ചു തന്ന പ്രാർത്ഥനയുടെ വലിയൊരു ഭാവം നമ്മൾ അറിയുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ പോലും നമ്മൾ കാണുന്നത് മറ വലിച്ചുള്ള ആരാധനയാണ്. പക്ഷെ ഇവിടെ പ്രഭാത നമസ്കാരം നടക്കുമ്പം അച്ഛന്മാരും അദ്ബായിൽ കയറി ഒരു 40 മിനിറ്റ് തുയോബ നടക്കും. ഈ തുയോബയുടെ സമയത്ത് കൈ ക്രോസായിട്ട് വെച്ചിട്ട് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിച്ച് ദൈവമായിട്ടൊരു സംസർഗം. ഈ പ്രായമുള്ള അച്ഛന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തുയോബോ കറക്റ്റായിട്ട് നടത്തിയാൽ അച്ഛൻ്റെ കാല് വലിച്ചിളക്കാൻ പാടാന്ന്, അത്രയ്ക്ക് പ്രയാസമാണ്. അത് ഈ കുർബാനയ്ക്കും എനിക്ക് ചിലരെ അറിയാം. ചില മാതാപിതാക്കൾ പള്ളിയിൽ വന്ന് നിന്നാൽ അവർ കഴുത്ത് വെട്ടി മാറ്റിയാലും അവരുടെ ശ്രദ്ധ മാറത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം, മുകളിൽ ഒരു സംസർഗം. ഇനി വൈകിട്ടൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഇന്നത്തെ പാളിച്ച എന്തെന്നറിയാമോ? എല്ലാവരും ചെയ്യുന്നത് ഈ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകരുത്. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് ഇന്ന് പള്ളി പ്രസംഗിച്ചത് എന്താ, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം നമുക്ക് അറിവുള്ള രീതിയിൽ മതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ. അതേപോലെ പ്രധാനപ്പെട്ട എന്നാണ് നമ്മുടെ മക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുന്നൊന്ന് തുറന്നൊന്ന് സംസാരിക്കാൻ. ഈ സംസർഗം നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും മെയിൻ ഒരു കാരണം. ദൈവമക്കളെ, ഒരാളോട് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുമ്പോൾ തന്നെ എത്ര കല്ല് മഞ്ഞുരുകി മാറിയെന്നറിയോ? എത്ര തീ അത് ദൈവിക പ്രകാശമായി മാറും. ഈ സംസർഗം എവിടാ നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വെളിച്ചം നഷ്ടപ്പെട്ടത് പോയതുകൊണ്ട്. അതുകൊണ്ടല്ലേ പ്രാർത്ഥനയ്ക്ക് സഭ നമുക്കൊരു നിർവചനം തന്നത്? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവവുമായിട്ട് സംസർഗം ചെയ്യുന്നതാണ് പ്രാർത്ഥന, അല്ലേ? നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് ഉയർത്തി ദൈവവുമായിട്ട് സംസർഗം ചെയ്യുന്ന, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ ചിലവഴിക്കുക. ഇപ്പം നമ്മൾ ഈ അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും മതി. ഇനി ഏറ്റവും നല്ല പ്രാർത്ഥിക്കാൻ ശാന്തമായ മറ്റൊരവസരമുണ്ട്. എപ്പോഴാണെന്ന് അറിയാം? അർദ്ധരാത്രി. നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം ജീവിതത്തിൻ്റെ വിജയം അതായിരുന്നു. പാതിരാത്രിക്ക് എന്നും ഒന്നും വേണമെന്നില്ല, വല്ലപ്പോഴും നമ്മൾ അറിയാതെ ഉണരുമ്പം. അർദ്ധരാത്രിയാകുമ്പോൾ വലിയ തിരക്കൊന്നും കാണത്തില്ല. നമ്മൾ ഈ വൈകിട്ടൊക്കെ മൊബൈൽ വിളിക്കുമ്പോഴേ, ഇപ്പോൾ ലൈൻ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറയത്തില്ലേ? 9 മണി കഴിയുമ്പോൾ ചാർജും കുറവായിരിക്കും, കുറച്ചുകൂടെ തിരക്ക് വരും. 12 മണിയാകുമ്പോഴോ അർദ്ധരാത്രി ആകുമ്പം തിരക്കേ കാണത്തില്ല, ശാന്തമായിട്ട് സംസാരിക്കാൻ പറ്റും. എത്ര നീറുന്ന പ്രശ്നമുള്ളവരും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഒരു 12-1 മണിക്കോ എഴുന്നേറ്റ് നിങ്ങളൊന്നും ചൊല്ലണ്ട, വെറുതെ അങ്ങ് ഇരിക്ക്, വെറുതെ ഇരി. നമ്മുടെ കവറിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് എന്താ? ഇവിടെ സംസാരം ദൈവത്തോടെ മാത്രം. എനിക്കിഷ്ടപ്പെട്ടൊരു ബോർഡാണ്. ഇവിടെ സംസാരം ദൈവത്തോടെ മാത്രം. നമ്മുടെ പള്ളിയിലും കണ്ടിട്ട് എപ്പം നോക്കിയാലും കുറെ പേര് കവറിങ്ങിൽ ഇവിടെ നമ്മൾ ഇരുന്നാൽ മതി, നമ്മളൊന്നും പറയണ്ട. നല്ലൊരു ഡോക്ടറിനെ നമ്മുടെ രോഗം പറയേണ്ട കാര്യമില്ല, അവർക്ക് നമ്മളെ കാണുമ്പോഴറിയാം. അപ്പോൾ നമ്മുടെ പിതാവിനെ സൃഷ്ടിച്ച പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണോ? ദൈവവുമായിട്ടുള്ള സംസർഗം രൂപപ്പെടുത്തി എടുത്താൽ ആ ദൈവിക അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പം അറിയാതെ നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു ഭാവമാണ് ദൈവിക സംസർഗം. അത് അവസാനം ചെന്നെത്തുന്നത്, ആറാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ സംസർഗത്തിലൂടെ കിട്ടുന്നത് വെളിപാടിൻ്റെ ശബ്ദമായിരിക്കും. ഈ സംസർഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആറാമത്തെ ഭാവമാണ് വെളിപാടിൻ്റെ ശബ്ദം. എന്താ അവിടെ കേട്ട വെളിപാടിൻ്റെ ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ അല്ലെങ്കിൽ ഇവന് ചെവിയുടുപ്പീൻ. പ്രിയമുള്ളവരെ, എത്ര നീറുന്ന പ്രശ്നമായിട്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാതെ വൃദ്ധനായ ശിമയോൻ ദേവാലയത്തിൽ ഒരു തീരുമാനമെടുത്തു. എൻ്റെ യേശുവിനെ കണ്ണുകൊണ്ട് കാണാതെ മരണം ഞാൻ കാണുകയില്ല. അവസാനം വൃദ്ധനായ ശിമയോന്റെ കയ്യിൽ യേശുവിനെ കൊണ്ടുവച്ചപ്പോൾ ശിമയോൻ പറയുന്ന ഒരു വാചകമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 2:29. ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്താലെ വിട്ടയക്കുന്നു. ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്താലെ വിട്ടയക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പം നമുക്കറിയാം, പണ്ട് 70, 80, 90 കഴിയുമ്പോഴാണ് ആൾക്കാർ ലോകത്തോട് യാത്ര പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ, ഇപ്പം ഞാൻ തന്നെ, എൻ്റെ കൂടെ എനിക്ക് 40-46 വയസ്സായി. എൻ്റെ കൂടെ സീനിയറും ജൂനിയറുമായിട്ട് പഠിച്ച 7 വൈദികർ മരിച്ചു. അവിടെ കൊച്ചന്മാർ 3 പേര്,
കൂടെ പഠിച്ച അച്ഛന്മാരുടെ 3 കൊച്ചന്മാർ ലോകത്തോടെ യാത്ര പറഞ്ഞു. കുറേ പേർക്ക് കുറേ രോഗങ്ങളുണ്ട്. ഇത് അച്ഛന്മാർക്കോ കൊച്ചന്മാർക്കോ മാത്രമല്ല, ഇന്ന് നമ്മൾ പത്രമെടുത്ത് നോക്കിയാലും അറിയാം, ഏറ്റവും കൂടുതൽ പോകുന്നത് 15, 45, 50 വയസ്സിനകത്തുള്ളവരാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഏത് പ്രായത്തിൽ ദൈവം വിളിച്ചാലും എൻ്റെ യേശുവിൻ്റെ ശബ്ദം കേൾക്കാതെ ഈ ഭൂമി വിട്ടു പോകാനിടയാകരുത്. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നൊരു വരിയുണ്ട്, യേശുവേ മരണം ഒരിക്കലും, ഈശോയെ മരണം ഒരിക്കലും എന്നെ ഒരുക്കമില്ലാത്തവനായി കണ്ടുമുട്ടരുത്. മരണം ഒരിക്കലും എന്നെ ഒരുക്കമില്ലാത്തവനായി കണ്ടുമുട്ടരുത്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, പെട്ടെന്ന് എന്നെ ദൈവം വിളിച്ച എൻ്റെ ഭാര്യയുടെ മക്കളുടെയും കാര്യം അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ഒറ്റ കാര്യം മാത്രം, നമ്മൾ നിരന്തരമായി ദൈവത്തോട് അടുത്തിട്ട് ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുവാനിടയാകണം. ആ ശബ്ദം നേരിട്ട് കാണണമെന്നില്ല. പരിശുദ്ധ റൂഹ ഒന്നുകിൽ നമ്മുടെ മനസ്സിൽ പറയും, നമ്മളെ കരം പിടിച്ച് നടത്തും, നമ്മൾ പോകേണ്ടുന്ന വഴി കാണിച്ചു തരും. അവിടെയാണ് യേശു തമ്പുരാൻ നമുക്ക് തന്ന 7 അയാംസ് കൂടി ഓർക്കണം. ഇത് ഈ വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തു നമുക്ക് തരുന്ന 7 ധൈര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. 2, ഞാൻ നല്ല ഇടയനാകുന്നു. 3, സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 4, ഞാൻ വാതിലാകുന്നു. 5, വഴി സത്യവും ജീവനുമാകുന്നു. 6, ജീവന്റെ അപ്പമാകുന്നു. 7, പുനരുദ്ധാനവും ജീവനുമാകുന്നു. ദൈവിക ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് മാത്രമേ ഈ ഭൂമി വിട്ടു പോകാം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരെ അമ്മമാർ കുളിപ്പിച്ചിട്ട് കൊണ്ട് കടത്തി അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് തന്നെ ചിരിക്കുന്ന കാണാം, അല്ലേ? ഉറങ്ങുന്ന സമയത്ത് തന്നെ ചിരിക്കുന്നത് കാണാം. അത് കൂടുതലും ഞാൻ കേട്ടത് മാലാഹമാരുടെ ദൈവിക സ്നേഹം അവിടെ ഉള്ളിലേക്ക് വന്ന് നിഷ്കളങ്ക മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതാണ്. അതുപോലെ ഈ ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് ആക്സിഡന്റ് നടക്കുമ്പോൾ ആര് മരിച്ചാലും കുഞ്ഞുങ്ങൾ തെറിച്ച് ദൂരെ ഒരു ഭാഗത്ത് വീണ് കിടക്കും. എല്ലാ സംഭവങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കാരണം ദൈവത്തിന്റെ ഒരു ശബ്ദവും സ്പന്ദനവും എപ്പോഴും നിഷ്കളങ്കരിലേക്ക് കടന്നു വരും. അത് യാതൊരു സംശയവുമില്ല. അത് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ വേദഭാഗം വിശുദ്ധ മത്തായി 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ 6 ഭാവങ്ങൾ ഞാൻ പറഞ്ഞു. 1, അതിനുശേഷം അത് കൺക്ലൂഡ് ചെയ്യുന്ന 4 പ്രാർത്ഥനയും കൂടി പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. പ്രാർത്ഥനയുടെ 6 ഭാവങ്ങൾ. 1, പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തിന്റെ വഴികളിലൂടെ നടന്ന് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അനേകരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. 2, പ്രാർത്ഥിക്കുന്ന നമ്മുടെ 2ാമത്തെ ഭാവം, പ്രാർത്ഥനയിൽ ഒരു ഉയർന്ന മലയിലേക്ക് നമ്മൾ മാറണം. 3, അത് മാനസാന്തരത്തിലൂടെ ഒരു രൂപാന്തരം കടന്നു വരണം. 4, ദൈവിക ശോഭയിലൂടെ നമ്മൾ വളരണം. 5, ആ പ്രാർത്ഥനയിൽ ഒരു സംസർഗം ഉണ്ടാവണം. 6, ഈ പ്രാർത്ഥനയിലൂടെ ഒരു ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ആ ദൈവശബ്ദം കേൾക്കുമ്പം ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല, നമ്മളെ കാണുന്നവർ പോലും ദൈവത്തെങ്കിലേക്ക് മാറും. അതിനുവേണ്ടി 4 വരി പ്രാർത്ഥന കൂടി ഞാൻ പഠിപ്പിക്കാം. അതൊരു പക്ഷേ ഞാൻ ടി വിയിലൂടെ ഒക്കെ പറഞ്ഞത് പലരും കേട്ട് കാണും, എന്നാലും കേൾക്കാത്ത ധാരാളം പേർക്ക് വേണ്ടി. ഇത് ടൈറ്റസ് അച്ഛൻ്റെ പ്രാർത്ഥനയല്ല, പിതാക്കന്മാർ എഴുതി പഠിപ്പിച്ച 4 വരി പ്രാർത്ഥന. നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴോ, യാത്ര ചെയ്യുമ്പോഴോ, ബാത്റൂമിലിരിക്കുമ്പോഴോ, വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴോ, രോഗമുള്ളപ്പോഴൊക്കെ തന്നെ ഈ 4 വരി പ്രാർത്ഥന പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്. അതിലെ 1-ാമത്തെ വരി ആദ്യം ഞാൻ ഈ 4 വരി അങ്ങ് പറയാം. 1, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. 2, ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. 3, ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. 4, ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. അത് ഞാനൊന്ന് വിശദീകരിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കാം. 1, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. എന്താ ദൈവിക തേജസ്? ഈ ദൈവിക തേജസ് ലഭിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കാണുന്നത് 1000 പേരുടെ ഇടയ്ക്ക് വെച്ച് നമ്മളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. മാത്യുസ്ലിയം ബാവയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ദൈവ തേജസ്സാണ്, സൂര്യ തേജസ് എന്നാണ് വിളിച്ചിരുന്നത്.
തിരുമേനിയെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത്, ആരാധനയ്ക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ, കിഴക്കോട്ട് തിരിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കാറില്ല. യാമങ്ങളുടെ നമസ്കാരങ്ങൾ നിരന്തരമായി ചൊല്ലും തോറും അങ്ങ് സന്തോഷങ്ങൾ കൂടി, അതിലങ്ങ് ആനന്ദം കണ്ടെത്തി. അതുകൊണ്ടാണ് ആ തേജസ് മലങ്കര സഭ മുഴുവൻ സൂര്യ തേജസ്സായി അതിനെ കണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ്, എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് രോഗം വരാം, സാമ്പത്തിക പ്രയാസങ്ങൾ വരാം, മാനസിക സംഘർഷങ്ങൾ വരാം, എല്ലാം കടന്നു വരുമ്പോഴും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. എൻ പ്രേമഗീതമാം എന്നേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. എൻ പ്രേമ ഗീതമാം എന്നേശു നാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന, ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ഇന്നെല്ലാം നിങ്ങളുടെ മനസ്സിലൊരു മന്ത്രം പോലെ കാണാതെ പഠിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവമേ, നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. സദൃശവാക്യങ്ങൾ പറയുന്നുണ്ട്, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്താ ഹൃദയം കൊടുക്കുക? ദൈവമക്കളെ, നമ്മുടെ ബാഹ്യരൂപമേ മനുഷ്യൻ കാണത്തുള്ളൂ. 139 സങ്കീർത്തനം, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്ന നീ അറിയുന്നുണ്ട്, എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരെ നിന്ന് അറിയുന്നു. അവസാനം പറയുന്നുണ്ട്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തണമേ. നമ്മുടെ ധാരണ എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ആരും അറിയുന്നില്ല, ശരിയാ. പക്ഷേ നമ്മുടെ ഹൃദയം തമ്പുരാൻ തൂക്കി നോക്കുന്നെന്ന, അതെല്ലാം ജീവന്റെ ഗ്രന്ഥത്തിൽ കുറിച്ചിടും. അപ്പോൾ ഓർക്കുക, ദൈവമേ, നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. മൂന്നാമത്തത് കുറച്ചുകൂടെ വലിയ പ്രാർത്ഥനയാണ്. ഈ 2 വരി ഓർമ്മയുണ്ടോ? 1, ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. 2, ദൈവമേ, നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. 3, ദൈവമേ, എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമക്കളെ, ഈ ദൈവവചനം വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? കർത്താവേ, നിന്റെ ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ബൈബിള് വായിക്കുന്നവരാണ്. ബൈബിള് വായിക്കാത്ത ആരും ഇവിടെ ഇല്ല. പക്ഷെ ഓരോ പ്രാവശ്യം ബൈബിള് വായിക്കുമ്പോഴും അതിൻ്റെ ആന്തരികമായ അർത്ഥം കിട്ടുന്ന എത്ര പേരുണ്ട്? അതാണ് ഉൾക്കണ്ണുകൾ. നമ്മൾ പോലും ടെൻഷൻ അടിച്ചിരിക്കുമ്പം നമ്മൾ അന്ന് വായിക്കുന്ന വേദഭാഗത്തിൽ നമ്മൾ അറിയാതെ സാന്ത്വനപ്പെടുത്തുന്ന കുറേയേറെ വാക്യങ്ങൾ കിട്ടും.
പക്ഷെ നമ്മുടെ ഈ കോളേജിലെ സ്കൂളിലേക്ക് പിള്ളേർ ചെയ്യുന്ന പരിപാടി എന്തെന്നറിയാമോ? പിള്ളേരുമായിട്ടൊക്കെ പ്രേമം ഉണ്ടാക്കിയിട്ട് ഒരു സുവിശേഷപ്പെട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം അതിരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല, അതിൽ നിന്നൊന്നങ്ങ് എടുക്കുക. ഇത് നല്ലത് കിട്ടുന്നവരെ അങ്ങ് എടുക്കും. അങ്ങനെ ലക്കി ഡ്രോ എടുക്കാനുള്ളതല്ല ദൈവവചനം. പണ്ടൊരാൾ കുറച്ച് പണം വാരി കൂട്ടിയിട്ട് ഇതുപോലൊരു സുവിശേഷപ്പെട്ടി എന്നൊരു വാക്യം എടുത്തു. ആ വാക്യം ഇതായിരുന്നു: യൂദ പണം കൊണ്ട് കെട്ടി തൂങ്ങിച്ചത്തു. എന്നിട്ട് അടുത്ത വാക്യം എടുത്തു: നീയും പോയി അങ്ങനെ തന്നെ ചെയ്യാൻ. ഇപ്പൊ ഈ തരത്തിൽ ലോട്ടറി എടുക്കരുത് ദൈവവചനം. ആ ബൈബിൾ, ഞാൻ പറയുന്നു, നമ്മുടെ പേഴ്സണൽ ബൈബിൾ ആരുടെയും കൊടുക്കുകയും ചെയ്യരുത്. ഈ പണ്ടത്തെ മാതാപിതാക്കളൊക്കെ ശവസംസ്കാരത്തിന് മുമ്പിട്ട്, അവർ മരിക്കുന്നതിന് മുമ്പിട്ട് കാണാൻ കുറച്ച് നല്ല ഡയറിയും ബൈബിളൊക്കെ എടുത്ത്, മക്കളെ ഒന്നുകിൽ എൻ്റെ തലക്കട വെച്ചേക്കണം, അല്ലെങ്കിൽ നീ പള്ളിയിൽ ജന്മപെരുന്നാളിന് കൊണ്ടിടണം, അല്ലെങ്കിൽ മക്കൾക്കത് കൊടുക്കും. അത് വലിയ അവിടെ കണ്ണുനീരിൻ്റെ തിരുവചനമാണ്. കാരണം നമ്മുടെ ഉൾക്കണ്ണുകൾ തേജസ്സായി മാറുന്ന ദൈവവചനം വായിക്കുമ്പോഴാണ്. ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കട്ടെ. നിങ്ങളുടെ ഡയറിയിലോ ബൈബിളിലോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചു നോക്കി. എനിക്കറിയാവുന്ന പ്രായമുള്ളൊരു അപ്പച്ചനുണ്ട്. 86 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. പക്ഷെ 86 വയസ്സ് വരെ പുള്ളി കണ്ണാടി വെച്ചിട്ടില്ല. പുള്ളി പറഞ്ഞത് പ്രായം ചെല്ലും തോറും കണ്ണിന്റെ കാഴ്ച കൂടിയെന്ന. അതിനൊരു മരുന്ന് എന്തെന്നറിയാമോ? എല്ലാ ദിവസവും വൈകിട്ട് അദ്ദേഹം 4 മണി മുതൽ 5 മണി വരെ ഉറക്കെ ഇരുന്ന് ബൈബിൾ വായിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഞാനും കണ്ണാടി വെക്കും, ബൈബിൾ വായിക്കാത്ത കൊണ്ടല്ല കണ്ണാടി വെക്കുന്ന, അതല്ല, ആ കാഴ്ചപ്പാടിലല്ല. പക്ഷെ ഇത് നമ്മുടെ വൈദികരുടെ ഓർമ്മയ്ക്കും, കർത്താവെ നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ അഗ്നിക്ക് നീ വിട്ടുകൊടുക്കരുത്. മനസ്സിലായില്ലേ? ദൈവമക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പരുമല പള്ളിയിലിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നിങ്ങൾ പരുമലയിൽ വന്ന് എത്ര കമന്നു കിടന്നാലും, എത്ര നേർച്ചയോട് ഇട്ടാലും, ഈ ബൈബിൾ 1/2 മണിക്കൂറെങ്കിലും ആഴമായി വായിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടത്തില്ല. അടുത്തിടയ്ക്ക് ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളി എന്നോട് പറയുകയാണ്, അച്ഛാ ബൈബിള് 11 പ്രാവശ്യം ഞാൻ വായിച്ചെന്ന്. ആ കണക്കിനെ എത്ര പേർക്ക് പറയാൻ പറ്റും? ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, അച്ഛാ വാട്സപ്പും ഫേസ്ബുക്കിലും ഒത്തിരി ഇൻഫർമേഷൻ വരും. ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ വാട്സപ്പിൽ ഒരാൾ അയച്ചിരിക്കുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. പുള്ളി അത് കഴിഞ്ഞ ആഴ്ചയിലും അറിഞ്ഞത്. അത് വേണ്ടെന്നല്ല, പക്ഷേ നമ്മൾ ഈ വരുന്ന ഇൻഫർമേഷന്റെ 10 ഇരട്ടി ബൈബിളിനകത്തില്ലേ? ഈ ലോകത്ത് ഒരു ഇൻഫർമേഷൻ തരാത്തതിന്റെ 10 ഇരട്ടി നമ്മുടെ ബൈബിളിലുണ്ട്. പക്ഷെ ഇത് വായിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആന്തരികമായ കണ്ണുകൾ തുറക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. 3 പ്രാർത്ഥന മറക്കരുത്. 1, എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ദൈവം. പുരുഷന്മാരും പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന മറക്കരുത്. ഞാൻ ആഴമായ അനുഭവത്തിൽ ഞാൻ ഈ പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ്. ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. പറഞ്ഞേ, ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇനി ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. പറഞ്ഞേ. പ്രിയമുള്ളവരെ, അത് ഞാൻ സ്ഥിരം പറയുന്നൊരു വാക്യമാണ്. കേട്ടിട്ടുള്ളവർ ഒന്നുകൂടെ കേൾക്കുക. സദൃശ്യവാക്യം 14, 12, 16, 25. അത് രണ്ടും ഒരു വാക്യമാണ്. 14, 12, 16, 25 രണ്ടും ഒരു വാക്യമാണ്. There is a way which seems right to a man, but it ends the way to death. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വഴിയിലൂടെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ 1-ാം സങ്കീർത്തനം പറഞ്ഞ് നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്. ഇപ്പം തന്നെ മദ്യപാനത്തെക്കുറിച്ച് കേട്ട് മടുത്തു. ഇനി അതിനും ഒരു വാക്യം ചിലർ പറയാറുണ്ട്, അച്ഛാ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് നിന്റെ അജീർണത മാറ്റാൻ അല്പം സേവിച്ചുകൊള്ളാൻ. അത് മദ്യപിക്കാനുള്ള വാക്യമല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ 17 എടുത്ത് പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും പുരുഷന്മാർ ഈ മദ്യപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോയി കുർബാന കൊള്ളരുത്, അത് ഉപേക്ഷിക്കണം. ഇപ്പൊ നമ്മുടെ ധാരാളം പേർക്ക് പറ്റുന്നൊരു കുഴപ്പം, നൊയമ്പൊക്കെ കൃത്യമായിട്ട് എടുക്കും, 50-ാം ദിവസം പോയി കുർബാന കൊണ്ടിട്ട് വീണ്ടും മദ്യപിക്കാൻ പോകും. ലിറ്റേർജി ആഫ്റ്റർ ലിറ്റേർജി എന്ന നീ ആരാധനയ്ക്ക് ശേഷം ആരാധനയായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പഴയ വഴിക്ക് പോയി ഇത് കുടിച്ച ഏത് കുടുംബമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? പറ. സദൃശ്യവാക്യത്തിൽ പറയുന്നത് എന്താ? നിന്നെ പിന്നെ അത് അണലിയെപ്പോലെ തിരികെ കുത്തുമെന്ന. നിന്നെ പിന്നെ അത് അണലിയെപ്പോലെ തിരികെ കുത്തും. ദൈവമക്കളെ, ആഹാരം കഴിച്ചോ, പക്ഷെ കമ്പനി കൂടുന്ന ഇതിലൊന്നും അല്ല.
അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ അതിനാ പറഞ്ഞത്, എന്നലങ്കാര വസ്ത്രം ധരിച്ചും ഇനി മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ചേർന്ന് വരികില്ല. അപ്പോൾ 4ാമത്തെ പ്രാർത്ഥനയാണ്, ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണം. ഇത് മദ്യപിക്കുന്നതിന് മാത്രമല്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പേര് ഇന്ന് വഴിവിട്ടു പോകുന്നുണ്ട്. ഇപ്പം തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒത്തിരി ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും കാണാറുണ്ട്. ഇന്ന് രാവിലെ പ്രായമുള്ള ഒരു അച്ഛൻ പറഞ്ഞൊരു വരി, കീപ് ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ കൈ ചുരുട്ടി പറയാലോ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇപ്പം ചില സ്ത്രീകളെ കണ്ടല്ലോ, ചില കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആരായാലും എല്ലാവരോടും മിണ്ടും, എല്ലാവരോടും സംസാരിക്കും. പക്ഷെ കീപ് ഡിസ്റ്റൻസ്. എനിക്ക് ദൈവം ഒരു ഭർത്താവിനെ ഒരുക്കിയിട്ടുണ്ട്, അതിനപ്പുറം വേറൊരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. എനിക്ക് ദൈവം ഒരു ഭാര്യയെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ നോക്കി 22, 23, 24 വയസ്സ് കഴിയുമ്പോഴേ കൃത്യമായ മണവാളനെയും മണവാട്ടിക്കുള്ള സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച് കല്യാണം നടത്തുകയുള്ളൂ. ഇപ്പൊ 8, 9, 10 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഈ മൊബൈലും കൊടുത്ത് കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അവസാനം എഴുതി വെച്ചു, കണ്ണുനീരൊഴുക്കി ഇടപാട് തീരും. കണ്ണുനീരൊഴുക്കി ഇടപാട് തീരും. ഈ മൊബൈൽ എന്ന് പറയുന്നത് കുറ്റം പറയാനുള്ള സാധനമൊന്നുമല്ല. ദൈവം കണ്ടുപിടിച്ച് തന്നതിൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് മൊബൈൽ. അത് നന്നായിട്ട് യൂസ് ചെയ്താൽ എത്ര നല്ലതാ. 24 മണിക്കൂറും ചാറ്റിങ്. അതിൽ നിന്ന് കൈയെടുക്കത്തില്ല, തൊട്ട് നക്കുവോ, അതിൽ സാമ്പാർ നക്കുന്ന പോലെ നക്കി 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 നക്കി. അപ്പനോട് സംസാരിക്കാൻ സമയമില്ല, അമ്മയോട് സംസാരിക്കാൻ സമയമില്ല. ഇതിന്റെ മുമ്പിൽ ഇരുന്ന് അഡിക്റ്റായി. നമുക്ക് എന്താ ഇതിന്ന് കിട്ടുന്നത്? കുഞ്ഞെ, നീ മറക്കരുത്, ദൈവം നിനക്ക് ഒരു പെണ്ണിനെ ഒരുക്കിയിട്ടുണ്ട്, ദൈവം നിനക്ക് ഒരു ചെറുക്കനെ ഒരുക്കിയിട്ടുണ്ട്, ദൈവം നിനക്ക് എന്തെല്ലാം. ഈ ദൈവശബ്ദം കേൾക്കാതെ മനുഷ്യന്റെ ശബ്ദം കേൾക്കുമ്പോഴും ഓർക്കുക, പിന്നീട് നിരാശ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവസാനം പറയാൻ കൊണ്ടുവന്നത്, ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണം. അതുകൊണ്ട് ദൈവമക്കളെ, സമയമാകുന്നു. ഞാൻ എൻ്റെ പ്രബോധന ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ഇന്ന് ഇതുവരെ പറഞ്ഞത് കുറേയേറെ പേര് കാണാതെ പഠിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. വിശുദ്ധ മത്തായി 17 ആദ്യം മുതലുള്ള ഭാഗങ്ങളിൽ മറുരൂപ പെരുന്നാൾ, നമുക്കിനി മോറാനായ പെരുന്നാൾ വരികയാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുവാൻ പ്രാർത്ഥനയുടെ 6 ഭാവങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടുവരണം. പ്രാർത്ഥിക്കുമ്പോൾ ഉയർന്ന മലയിലേക്ക് മാറണം. പ്രാർത്ഥിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെടണം. പ്രാർത്ഥനയിൽ ദൈവിക ശോഭ വരണം. പ്രാർത്ഥനയിൽ സംസർഗം വരണം. പ്രാർത്ഥനയിൽ ദൈവ സംസർഗം വരണം. ഈ 6 ഭാവങ്ങളിലൂടെ 4 പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ദൈവമേ നിന്റെ തേജസ്സിന്റെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. ഈ പ്രാർത്ഥന ചൊല്ലി ക്യാൻസർ മാറിയൊരു കുഞ്ഞിനെ എനിക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് സന്തോഷം. സാധാരണ ഞാൻ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ പ്രതീക്ഷിച്ചില്ല. പലപ്പോഴും ഇവിടെ ഇങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ പോകും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ധാരാളം പേർ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഈ ഒരു ശ്രദ്ധയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ ദൈവമണിയുടെ ശബ്ദത്തിൽ തന്നെ ആ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. എല്ലാവരും ചൊല്ലുക, ഞാൻ ചൊല്ലിത്തരാം. ദൈവമേ നിന്റെ തേജസ്സിന്റെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കും.